നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം 60 ദിവസം അഥവാ 2 മാസം പിന്നിടുകയാണ്. ഇടയിൽ 7 ദിവസം ഒരു വെടിനിർത്തൽ, ആ വെടിനിർത്തൽ വഴിയുള്ള ബന്ദി കൈമാറ്റം. ഇപ്പോൾ പക്ഷേ ഹമാസിന്റെ പക്കൽ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുപോയ ബന്ദികൾ ബാക്കിയുണ്ട്. അവരെ സമാധാനത്തിന്റെ പാതയിലൂടെ തിരികെ എത്തിക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല എന്ന് തോന്നുന്നു. രൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഗസയിൽ. ദിവസങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്ന തരത്തിൽ വലിയ ബോംബാക്രമണം പുനരാരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? 2ാം ഘട്ടത്തിൽ എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരിക അസാധ്യമായിരിക്കുമെന്ന് ബന്ദികളുടെ ബന്ധുക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ തുറന്നു പറയുന്നു ബെഞ്ചമിൻ നെതന്യാഹു എന്ന പ്രധാനമന്ത്രി. അത് വലിയ രോഷത്തിന് വഴിവെച്ചിട്ടുണ്ട്. സമാധാന പ്രക്രിയയിലൂടെ കുറച്ചുപേരെ കൊണ്ടുവന്നുവെങ്കിൽ ബാക്കിയുള്ളവരെ എന്തുകൊണ്ട് ആ നിലയ്ക്ക് കൊണ്ടുവന്ന് കൂടാ എന്ന ചോദ്യം നെതന്യാഹുവിൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ രാഷ്ട്രീയമായ പല കാരണങ്ങൾ യുദ്ധത്തിന് നെതന്യാഹുവിനെ നിർബന്ധിതമാക്കുന്നു എന്ന് തോന്നുന്നു. യുദ്ധത്തിലൂടെ 45 ദിവസം നീണ്ട യുദ്ധത്തിലൂടെ ബന്ദികളെ കണ്ടെടുക്കാനോ വീണ്ടെടുക്കാനോ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നെയും തുടരുന്ന യുദ്ധം എന്തിനു വേണ്ടിയാണ്? ബന്ദികളെ കൈവിട്ടുകൊണ്ട് ഹമാസിനും അപ്പുറത്തേക്ക് ഗസയിലെ മനുഷ്യർക്കുമേൽ നരഹത്യാ നാടകമാടുകയാണോ ഇസ്രായേൽ ചെയ്യുന്നത്? അതുകൊണ്ട് ഇസ്രായേലിന് എന്തു വിജയം അവകാശപ്പെടാൻ കഴിയും? നിരായുധരായ മനുഷ്യരെ കൊല്ലുക എന്നതിനപ്പുറം സൈനികമായ വിജയം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ഘട്ടമെങ്കിലും പിന്നിടാൻ ഇസ്രായേലിന് കഴിഞ്ഞു. പല ചോദ്യങ്ങൾ അവശേഷിക്കുന്നു ഈ 62ാം ദിവസത്തിലും. ഈ വിഷയത്തിലെ വിവിധ വശങ്ങൾ പരിശോധിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന്. എന്നോടൊപ്പം ന്യൂസ് റൂമിൽ നിന്ന് BK സുഹൈലുണ്ട്. സുഹൈൽ കഴിഞ്ഞ 2 മാസമായി ഗസയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കൈകാര്യം ചെയ്യുന്നു. ഒപ്പം സിതാജ് ആലുവ, മാധ്യമപ്രവർത്തകൻ, സജി മാർക്കോസ്, ചരിത്രകാരൻ എന്നിവരാണ് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം സുഹൈൽ, ഈ ദിവസത്തെ ഒരു ചിത്രം എന്താണ്? അതായത് ബന്ദികൾ എല്ലാവരെയും മടക്കി കൊണ്ടുവരിക സാധ്യമാണെന്ന് തോന്നുന്നില്ല എന്ന് തുറന്നു പറയുന്നു ബെഞ്ചമിൻ നെതന്യാഹു എന്ന പ്രധാനമന്ത്രി. എന്ന് വെച്ചാൽ ബന്ദി മോചനത്തേക്കാൾ പരമാവധി നാശം വിതയ്ക്കുക, ഹമാസിൻ്റെ ടണലുകൾ തകർക്കുക എന്നതിന് ഊന്നൽ കൊടുക്കുകയാണോ ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത്? അതാണ് അവരുടെ ഒരു സൈനികമായ തന്ത്രം എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ 2 തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കാണേണ്ടി വരും. ഒന്ന്, ഗസക്കുള്ളിൽ നടക്കുന്ന വലിയ വംശഹത്യ. ഇപ്പോൾ തെക്കൻ ഗസയെ പൂർണ്ണമായും പിടിച്ചെടുത്ത് അവിടെ പരമാവധി നാശമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഈ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ളതിനേക്കാൾ കൂടുതൽ മാരകമായ ആക്രമണമാണ് ഇപ്പോൾ തെക്കൻ ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദീനരോധനങ്ങൾ കേൾക്കുന്നു. അത് തന്നെ തെക്കൻ ഗസയിലെ ഖാൻ യൂനിസ് എന്ന് പറയുന്നത് 10 ലക്ഷത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന, പലായനം ചെയ്തെത്തിയ ആളുകളാണ്. അവിടെ അവരോട് വീണ്ടും പോകാൻ പറയുന്നു. അപ്പോൾ വലിയൊരു ട്രോമയിലേക്ക് ഈ ജനങ്ങളായിട്ടുണ്ട്. എങ്ങനെയാണ് ഇനിയും വീണ്ടും ഇവിടെ നിന്ന് പലായനം ചെയ്യുക എന്ന നിലയിലെത്തുന്നു. നിരവധി ആളുകൾ അവിടെ തന്നെ നിൽക്കാൻ തയ്യാറാകുന്നു, അവിടെ തന്നെ മരിക്കുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് UN ഏജൻസികൾ പറയുന്നു തങ്ങൾക്ക് ഇനിയും ഈ സഹായങ്ങൾ നൽകുവാൻ സാധ്യമല്ല. കാരണം സഹായത്തിന് ട്രക്കുകൾ എത്തുന്നില്ല. അതേപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ പലയിടത്തും തകരാറായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഈ സഹായങ്ങൾ നൽകാൻ സാധ്യമാവില്ല എന്ന നിലയിലേക്ക് എത്തുന്നു. വെള്ളവും ഭക്ഷണവും ഇല്ലാതെ കഷ്ടപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള വലിയ ദുരിതം അനുഭവിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് പറഞ്ഞത് 50 വർഷമായി വിവിധ യുദ്ധമുഖങ്ങളിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും സാധാരണക്കാരുടെ ദുരിതം അനുഭവിക്കുന്ന ഒരു യുദ്ധമേഖല കാണുന്നില്ല. അത് തന്നെ 2 മാസം പിന്നിട്ടിരിക്കുന്നു. ഇത് സമീപകാലത്തൊന്നും തങ്ങൾ കാണാത്തൊരു സംഭവമാണ് എന്നാണ്. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇസ്രായേൽ ചിത്രം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ ഭീകരമാണ്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഭീഷണിയും വലിയ തരത്തിലുള്ള പ്രതിസന്ധിയും അദ്ദേഹം അനുഭവിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ ബന്ദികളുടെ ബന്ധുക്കളുമായുള്ള ഒരു ചർച്ച അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടത്തിയിരുന്നു. ആ ചർച്ച വളരെയേറെ നാടകീയമായ രംഗങ്ങൾക്കാണ് വിധേയമായത്. പലതരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടുകളും ഓഡിയോ സന്ദേശങ്ങളും അവിടെ നിന്നും ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഈ ബന്ദികളുടെ ബന്ധുക്കൾ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, താങ്കൾക്കൊരിക്കലും ഈ യുദ്ധത്തിലൂടെ, അതായത് ഈ സംഘർഷത്തിലൂടെയും ആക്രമണത്തിലൂടെയും ഞങ്ങളുടെ ബാക്കിയുള്ള ബന്ധുക്കളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം 60 ദിവസമായിട്ടും അത് സാധിച്ചിട്ടില്ല. പല അവിടെ നിന്ന് പുറത്തു വന്ന ആളുകൾ കൂടി ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരു സ്ത്രീ, അവർ ഹമാസിൻ്റെ ബന്ദിയായിട്ടുള്ള ആളായിരുന്നു. ഇപ്പോൾ പുറത്തു വന്ന ആളാണ്. അവരുടെ
ഹസ്ബൻഡ് ഇപ്പോഴും ഹോസ്റ്റേജായി ഹമാസിൻ്റെ കൈകളിലാണുള്ളത്. അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരുന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഉള്ള ഒരു ഓഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത്. അവരടക്കം പറയുന്നത് താങ്കൾക്ക് ഇനി ഒരിക്കലും അദ്ദേഹത്തെ, തൻ്റെ ഹസ്ബൻഡിനെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയില്ല. കാരണം ഞങ്ങളെല്ലാവരെയും പുറത്തേക്ക് എത്തിച്ചത് യഹ്യ സിൻവാറാണ്, ബെന്യാമിൻ നെതന്യാഹു അല്ല എന്ന് ഈ നിലവിലുള്ള ബന്ദികളുടെ ബന്ധുക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, താങ്കളുടെ സ്വന്തം രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോഴും അവർ അവിടെ നിൽക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ താങ്കളുടെ ഈ ആക്രമണത്തിലൂടെയും യുദ്ധത്തിലൂടെയും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ ഞങ്ങളെല്ലാവരും അങ്ങനെ പുറത്തു വരേണ്ട ആളുകളായിരുന്നു. പക്ഷെ അങ്ങനെ അല്ല വന്നത്, സമാധാന നീക്കങ്ങളിലൂടെ മാത്രമാണ് പുറത്തു വന്നത്. അപ്പോൾ സമാധാന നീക്കങ്ങളിലൂടെ മാത്രമേ ഈ ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇപ്പോൾ വ്യക്തമായൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് വീണ്ടും അതിലേക്ക് തുനിയുന്നില്ല എന്ന് അവർ ചോദിക്കുന്നു. അതിനിടയിലാണ് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞത്. അതായത് ഈ ബന്ദികൾ മുഴുവനും പുറത്തേക്ക് എത്തിക്കാവുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം തട്ടിക്കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പല ആളുകളും ഇടയ്ക്ക് വെച്ച് അതിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന സാഹചര്യമെല്ലാം ഉണ്ടായി. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഹോസ്റ്റേജസിൻ്റെ അധ്യായം അവിടെ തൽക്കാലം അവസാനിപ്പിച്ച് വീണ്ടും യുദ്ധം തുടരാനുള്ള നെതന്യാഹുവിൻ്റെ തീരുമാനത്തിനെതിരെ അതിശക്തമായ പ്രതിരോധവും സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം ഇന്ന് നമ്മൾ കണ്ടു. ഇന്ന് IDF പറയുന്നത്, ഞങ്ങളുടെ പ്രധാനപ്പെട്ട യുദ്ധലക്ഷ്യം ആയി അവർ പറയുന്നത്, ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്, പ്രയോറിറ്റി കൊടുക്കുന്നത് ഹോസ്റ്റേജസിനെ പൂർണ്ണമായും പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്ന് തിരുത്താൻ അവർക്ക് സാധ്യമായിരിക്കുന്നു. അപ്പോൾ ഈ യുദ്ധത്തിലെ അജണ്ടകളെ നെതന്യാഹുവിനനുസരിച്ച് നെതന്യാഹു വിചാരിക്കുന്നത്, ഇപ്പോൾ നെതന്യാഹു ഒരു താൽക്കാലിക വെടിനിർത്തലിലേക്ക് പോയപ്പോൾ അവിടെയുള്ള ഓർത്തഡോക്സ് വിഭാഗമെല്ലാം പറഞ്ഞത് ഈ യുദ്ധത്തിൽ നെതന്യാഹു തോറ്റുപോകുന്നു, ഹമാസിന് മുമ്പിൽ കീഴടങ്ങുന്നു എന്നുള്ളതാണ്. അത്തരമൊരു നെറേറ്റീവ് ഉണ്ടാക്കിയത് നെതന്യാഹു തന്നെയാണ്. കാരണം എപ്പോഴൊക്കെ വെടിനിർത്തലിനെ കുറിച്ച് പറയുമ്പോഴോ അപ്പോഴെല്ലാം IS-മായി കൈകോർക്കുന്നതിന് സമാനമാണ് ഹമാസുമായി കൈകോർക്കുന്നത്, അല്ലെങ്കിൽ അവരുമായി ചർച്ചയ്ക്ക് പോകുന്നത് എന്ന് പറഞ്ഞിരുന്ന വ്യക്തി തന്നെയാണ് പിന്നീട് താൽക്കാലിക വെടിനിർത്തലിലേക്ക് പോയത്. അപ്പോൾ അവിടെയുള്ള തീവ്ര വലതുപക്ഷം പറയുന്നു ഈ താൽക്കാലിക വെടിനിർത്തൽ തന്നെ നെതന്യാഹുവിൻ്റെ തോൽവിയാണ് എന്ന് പറയുമ്പോൾ ആ തോൽവിയിൽ നിന്ന് പോയി വീണ്ടും യുദ്ധത്തിലേക്ക് എന്ന ഒരു സിനാരിയോ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. മാത്രമല്ല, മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സൈനികരുടെ ആൾനാശമാണ്. കഴിഞ്ഞ ഈ ശനിയാഴ്ചയ്ക്ക് ശേഷം മാത്രം 9 സൈനികർ കൊല്ലപ്പെട്ടതായുള്ള പേരുവിവരങ്ങൾ അവർ തന്നെ പുറത്തുവിടുന്നു. അതിൻ്റെ എത്രയോ അപ്പുറമാണ് എന്ന് കസാം ബ്രിഗേഡ് അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ മറുഭാഗത്ത് ആൾനാശമുണ്ടാകുന്നു. സൈനികമായിട്ടുള്ള ഒരു വിജയം ഇപ്പോഴും അവകാശപ്പെടാൻ സാധിക്കുന്നില്ല. ആ തരത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ ദിവസം 6 പേരെയാണ് നെതന്യാഹുവിൻ്റെ ഓഫീസിന് മുമ്പിൽ സമരം നടത്തിയതിന് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ അമർഷവും രോഷവും ഉണ്ടാകുന്നു. മറ്റൊരു റിപ്പോർട്ട് ഈ അടുത്ത് വന്നത്, അവിടെയുള്ള ഇസ്രായേലിനുള്ളിലുള്ള 70% ആളുകളും പലതരത്തിലുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ യുദ്ധം എപ്പോഴെങ്കിലും അവസാനിക്കുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകളാണ് അവർ. കാരണം ഒരു നോർമൽ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ട് കുറേ കാലമായി. അപ്പോൾ പല ആളുകളും അഭയാർത്ഥികളായി മാറിയിരിക്കുന്നു. പലതരത്തിലുള്ള പ്രതിസന്ധികൾ അവരെ അലട്ടുന്നു. ജോലി പോലെയുള്ള നോർമൽ ബിസിനസ്സിലേക്ക് അവർ പോയിട്ട് കുറേ കാലമായി. സെക്യൂരിറ്റിയാണ് പ്രധാന പ്രശ്നം. തീർച്ചയായും ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ശരി, ഞാനൊന്ന് പറയാം. ഡോക്ടർ താജ് ആലുവ, ഇവിടെ നോക്കൂ, ബന്ധികൾ എല്ലാവരെയും മടക്കി കൊണ്ടുവരിക പ്രയാസകരമായിരിക്കുമെന്ന് നെതന്യാഹു പറയുന്നു. ബന്ധികൾ വളരെ കുറച്ചുപേരേ ഉള്ളൂ, കുറച്ചുപേരെ വിട്ടയക്കും. 100-ലധികം പേരെ വിട്ടയച്ചു കഴിഞ്ഞു. ഇനി മാക്സിമം പോയാൽ 100 പേർ കൂടി കാണും. അതിനപ്പുറം ആ 100 പേർ എന്ന് പറഞ്ഞാൽ ആ 100 പേർ അവരുടെ ബന്ധുക്കൾ, അവരുടെ മാത്രം വൈകാരിക പ്രശ്നമാണ്. അതിനപ്പുറമാണ് ഹമാസിനെതിരായിട്ടുള്ള പോരാട്ടം എന്ന പേരിൽ നടത്തുന്ന ഈ വലിയ ബൊമ്പാർട്ട്മെൻറ്റ്, വലിയ ആക്രമണം, പരമാവധി ഗസക്കാരെ കൊല്ലുക എന്നത്. അപ്പോൾ അതിലേതിനാണ് രാഷ്ട്രീയ നേട്ടം, അതിലേത് വൈകാരികതയ്ക്കാണ് കൂടുതൽ സാധ്യതയുള്ളത് എന്നതിനെ തൂക്കി നോക്കിയിട്ട് ബന്ധികളെ കൈവിട്ട് ഒരു ആൻറ്റി ഗസ, ആൻറ്റി മുസ്ലിം ജനോസൈഡ് ആശയം മുന്നോട്ട് വെച്ചാൽ അതിനായിരിക്കും കൂടുതൽ കൈയടി കിട്ടുക എന്ന് മനസ്സിലാക്കിയിട്ടാണോ നെതന്യാഹു ഈ പണിയെടുക്കുന്നത്? അതോ യുദ്ധം നിലനിർത്തുക എന്ന തികച്ചും വ്യക്തിപരമായ രാഷ്ട്രീയ ആവശ്യമാണോ അതിന് പിന്നിലുള്ളത്? നിഷാദ്, ഇവിടെ നമ്മൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ ഒരു അസ്തിത്വം തന്നെ നമുക്കറിയാം. അത് ഒരു നോർമൽ സ്റ്റേറ്റ് അല്ല. അത് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ, ഒരു സാധാരണ ഒരു രാഷ്ട്രം, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രത്തിന്റെ അവസ്ഥയിലല്ല ഇസ്രായേൽ എപ്പോഴും ഉള്ളത്. ഇസ്രായേൽ എപ്പോഴും ഇപ്പൊ പ്രഖ്യാപിച്ചുള്ള സ്റ്റേറ്റ് ഓഫ് വാർ എന്ന് പറയുന്നത് തങ്ങൾക്ക് കിട്ടിയ ഒരു ആക്രമണത്തിന്റെ ഒരു തിരിച്ചടി എന്നുള്ള നിലക്ക് അവർ പറയുന്നു എന്നത് മാത്രമാണ്. വാസ്തവത്തിൽ
ഇസ്രായേലിന്റെ സ്ഥാപനം മുതൽ 1948 മുതൽ, അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ മുമ്പ് തന്നെ 1920 മുതൽ തന്നെ വലിയ വലിയ കൂട്ടക്കൊലകള്, യുദ്ധങ്ങള്, അക്രമങ്ങള്, കലാപങ്ങള് ഇതൊക്കെ അഴിച്ചുവിട്ടിട്ട് അതിന്റെ ബലത്തിൽ നിലവിൽ വരികയും അതിന്റെ ബലത്തിൽ തന്നെ തുടർന്നു പോരുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇസ്രായേലി ചരിത്രകാരനായിട്ടുള്ള ഇലാൻ പാപ്പയെ പോലുള്ള ആളുകള് ആവർത്തിച്ചു പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇസ്രായേൽ ഒരു രാഷ്ട്രമല്ല, അതൊരു കൊളോണിയൽ പ്രൊജക്റ്റ് ആണ്. അതൊരു സിയോണിസ്റ്റ് കൊളോണിയൽ പ്രൊജക്റ്റ് ആണത്. ആ പ്രൊജക്റ്റിന് നിലനിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കൂട്ടക്കൊലകൾ ആവശ്യമാണ്, യുദ്ധങ്ങൾ ആവശ്യമാണ്. വാസ്തവത്തിൽ അതിന്റെ ഒരു തുടർച്ചയാണ് നമുക്കിപ്പോ ഈ ആക്രമണത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 7 നമ്മളെല്ലാവരും പറയുന്നു, ഒക്ടോബർ 7-നല്ല ഇസ്രായേലിന്റെ ചരിത്രം തുടങ്ങുന്നത്, ഫലസ്തീനികളുടെ ചരിത്രം തുടങ്ങുന്നത്. അതിനേക്കാളും അപ്പുറം, അതിനേക്കാളും ഒരുപാട് പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട് അതിനുണ്ട്, അതിനേക്കാളും വലിയൊരു കോണ്ടെക്സ്റ്റ് അതിനുണ്ട്. പക്ഷെ ആ കോണ്ടെക്സ്റ്റിനെയൊക്കെ മറക്കുന്ന രൂപത്തിൽ ഒരു പ്രോപ്പഗണ്ട സൃഷ്ടിക്കുകയാണ്. അതായത് ഹമാസ് ഞങ്ങൾക്കൊരു ഭീഷണിയാണ്, ഒക്ടോബർ 7 ഞങ്ങളുടെ 973 കഴിഞ്ഞാൽ അതിനുശേഷം യൗം കിപ്പൂർ വാറിന് ശേഷം ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിട്ടിട്ടുള്ള ഒരു സന്ദർഭം ഇതാണ്. അതുകൊണ്ട് ഹമാസിനെ തുടച്ചു നീക്കിയാൽ, ഗസയിൽ നിന്ന് ഇനി ഒരു ആക്രമണം ഞങ്ങളുടെ രാജ്യത്തിലേക്ക് ഇല്ലാതായാൽ അതോടുകൂടി ഞങ്ങളെല്ലാം സുരക്ഷിതമായി എന്ന ഒരു ധാരണ സൃഷ്ടിച്ചുകൊണ്ട് ആ ധാരണയുടെ പുറത്താണ് ഇപ്പോഴത്തെ ഈ ആക്രമണങ്ങളൊക്കെ നടക്കുന്നത്. വാസ്തവത്തിൽ അങ്ങനെ ഒരു ധാരണ സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു PR മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പൊ നമുക്ക് നോക്കൂ, ഈ അബ്രഹാം അക്കോർഡ്സ്, അതുപോലെ നോർമലൈസേഷൻ, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള പല അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു നോർമലൈസേഷനിലേക്ക് ഇസ്രായേൽ വരുമ്പോൾ അവിടെ ഒരു വലിയ സാമ്പത്തിക അഭിവൃദ്ധി, അല്ലെങ്കിൽ ഇസ്രായേൽ നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് അമേരിക്കയുടെ കൂടി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സാമ്പത്തിക നേട്ടം ഇസ്രായേൽ മുന്നിൽ കണ്ടിരുന്നു. അതിനൊക്കെയാണ് വാസ്തവത്തിൽ ഇപ്പോ തട വീണിരിക്കുന്നത്. ഹമാസിന്റെ ആ ഒക്ടോബർ 7 ആക്രമണം വാസ്തവത്തിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്കടക്കം വലിയ ഒരു അടിയാണ് ശരിക്കും വാസ്തവത്തിൽ അത് ലഭിച്ചത്. അപ്പോ ഈ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ഇപ്പൊ തന്നെ നമുക്കറിയാം, ജോ ബൈഡൻ തുടക്കത്തിൽ അദ്ദേഹം ഒരു സെനറ്റർ ആയിരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അമേരിക്കൻ താല്പര്യങ്ങളെ സംരക്ഷിക്കുക, അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് മാത്രമാണ്. അതിനെ നമ്മൾ എന്ത് വില കൊടുത്തും സംരക്ഷിച്ച് പറ്റൂ എന്നത് ജോ ബൈഡന്റെ നിലപാടാണ്. അത് അമേരിക്കൻ ഭരണകൂടങ്ങൾ തുടർച്ചയായി പുലർത്തിപ്പോരുന്ന നിലപാടാണ്. ഇതെല്ലാം മുന്നിൽ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതൊരു വാസ്തവത്തിൽ ഒരു 60 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഇനി അത് ഏതെങ്കിലും കുറച്ച് ദിവസം കൊണ്ട് നീണ്ടിട്ട് അവര് ഒരു വെടിനിർത്തൽ പാസാക്കി അതിനുശേഷം അവസാനിച്ചു പോകുന്ന ഒരു യുദ്ധമാണ് എന്ന് നമ്മൾ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും അസ്ഥാനത്താണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോഴത്തെ നെതന്യാഹു അകപ്പെട്ടിട്ടുള്ള താൽക്കാലിക പ്രതിസന്ധിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്രതിസന്ധിയെ ഇങ്ങനെ മറച്ചു പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ വാസ്തവത്തിൽ നടപ്പാക്കപ്പെടുന്നത് ഇസ്രായേലിന്റെ ലോങ് ടേം പ്രോജക്റ്റ് തന്നെയാണ്. പക്ഷെ അവിടെ ഇസ്രായേലി ഭരണകൂടത്തിനും അമേരിക്കക്കും പറ്റുന്ന ഏറ്റവും വലിയ പിഴവ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കൊളോണിയൽ പ്രോജക്റ്റ്, ഇസ്രായേൽ എന്ന് പറയുന്ന ഈ കൊളോണിയൽ പ്രൊജക്ട്, ഈ സിയോണിസ്റ്റ് പ്രൊജക്ട് അതിന്റെ അവസാനത്തേക്ക് അടുക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇലാൻ പാപ്പ, ഞാൻ നേരത്തെ ഉദ്ധരിച്ച ഇസ്രായേലി ചരിത്രകാരൻ തന്നെ, അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും ഇസ്രായേലി സമൂഹത്തിന് അകത്ത് ഇത്രമാത്രം ഭിന്നത ഉണ്ടായ ഒരു ഘട്ടമില്ല. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ നോക്കൂ, ഇസ്രായേലിലെ എക്കോണമിക് എലൈറ്റ് എന്ന് പറയുന്ന ആളുകൾ, അതായത് സാമ്പത്തികമായി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ കഴിവുള്ള, അതിന് മാത്രം കപ്പാസിറ്റിയുള്ള പല സാമ്പത്തിക വിദഗ്ധരും അല്ലെങ്കിൽ ബിസിനസ് പ്രൊജക്ട് ഓണേഴ്സ്, ഇൻഡസ്ട്രിയലിസ്റ്റുകൾ, ഇവരൊക്കെ ഇസ്രായേൽ വിടുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും അതിൽ നിന്ന് അവരുടെ ഇൻവെസ്റ്റ്മെന്റുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം അവിടെ താമസിക്കുന്ന ഓരോ ഇസ്രായേലി പൗരനും മിക്കവാറും മറ്റൊരു രാജ്യത്ത് പൗരത്വമുള്ള ആളുകളാണ്. അപ്പോ ഇസ്രായേൽ എന്ന് ഒരു കാലത്തും അവരുടെ ചരിത്രത്തിൽ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിലാണുള്ളത്. പ്രത്യേകിച്ച് അവിടുത്തെ ജനത, നേരത്തെ സുഹൈൽ തന്നെ സൂചിപ്പിച്ചതുപോലെ, അവിടുത്തെ ഒരു അൾട്രാ ഓർത്തഡോക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷം എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകള്, അവര് ഫലസ്തീനികളെ മുഴുവൻ ഇല്ലാതാക്കണം, മുഴുവൻ അറബ് ഫലസ്തീനികളെ കൊന്നൊടുക്കിയിട്ട് നമ്മുടെ രാഷ്ട്രം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന പക്ഷക്കാരാണ്. പക്ഷെ നല്ലൊരു പക്ഷം ലിബറലുകളാണ്. ആ ലിബറലുകളുടെ കാഴ്ചപ്പാടിൽ
പലരും അവരിൽ നല്ലൊരു ഭൂരിപക്ഷം ഒരർത്ഥത്തിലെങ്കിലും രണ്ടാമതൊരു ഒരു സ്റ്റേറ്റ്, ഫലസ്തീനികൾക്കൊരു സ്റ്റേറ്റ് വേണം, അവരുടെ അവകാശങ്ങൾ വേണം. ഇനി ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെ അല്ലെങ്കിൽ കൂടി ഇത്ര ഒരു വംശീയ ഉന്മൂലനത്തിലേക്ക്, ഒരു ജനോസൈഡിലേക്ക്, ഒരു എത്നിക് ക്ലീൻസിംഗിലേക്ക് പോകേണ്ടതില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അപ്പോ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം, ഇപ്പൊ ഇവിടെ നോക്കൂ, ആ ബന്ദികളുടെ ബന്ധുക്കള് ഒച്ചപ്പാടുണ്ടാക്കിയതിനെ കുറിച്ച്, നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞു. അവരുടെ കാഴ്ചപ്പാടിൽ അവർക്ക് അവരുടെ ജീവനും അവരുടെ സുരക്ഷയും അത് വലുതാണ്. ഇത് ഓരോ ഇസ്രായേലിയെ സംബന്ധിച്ചിടത്തോളം അൾട്രാ ഓർത്തഡോക്സ് അല്ലാത്ത, അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷത്തിന്റെ രൂപത്തിൽ ചിന്തിക്കാത്ത മിക്കവാറും ഒരു ഇസ്രായേലി ഇപ്പൊ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു സമാധാനം ഉണ്ടായി, ഞങ്ങളും ഞങ്ങളുടെ ബന്ധുക്കളും ഒക്കെ തിരിച്ചു കിട്ടി, ഇനി പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തിയിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഇസ്രായേലിന്റെ അകത്ത് ഇത്രമാത്രം വലിയ ഒരു കുടിയൊഴിപ്പിക്കൽ ഉണ്ടാകുന്നത്. തെക്ക് ഭാഗത്ത് ഈ ലബനാനുമായിട്ടുള്ള പ്രദേശത്ത്, അതുപോലെ ഗസ കവർ എന്ന് പറയുന്ന ഗസയുടെ ചുറ്റുവട്ടത്തുമുള്ള പ്രാന്തപ്രദേശങ്ങളിലൊക്കെയുള്ള മിക്കവാറും സെറ്റിൽമെന്റ്സ്, ടെല്ലവീവിൽ ഇപ്പോഴും മിസൈലുകൾ പതിച്ചുകൊണ്ടിരിക്കുന്നു. പലയിടത്തും അഷ്കലാനില്, അതുപോലെ തന്നെ ഹൈഫയിൽ വരെ അവരുടെ ഈ മിസൈലുകൾ എത്തുന്നു. ഹമാസിന്റെയും അതുപോലെ തന്നെ അൽ ഖുദ്സ് ബ്രിഗേഡിന്റെ ഒക്കെ മിസൈലുകൾ എത്തുന്നു. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ഭൂരിപക്ഷവും, എന്നിട്ട് തങ്ങൾക്ക് സ്വസ്ഥമായി സുരക്ഷിതത്വമായി കഴിഞ്ഞുകൂടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പക്ഷവും, അതല്ല ഇസ്രായേൽ എന്ന് പറയുന്ന കൊളോണിയൽ സിയോണിസ്റ്റ് പ്രൊജക്ടിനെ ഈ കൂട്ടക്കൊലകളിലൂടെ, തങ്ങൾ ഇതുവരെ ചരിത്രത്തിലുടനീളം നടത്തി വന്ന കൂട്ടക്കൊലകളിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അത് ഗസയെ ഇങ്ങനെ ഒരു ചുടലക്കളമാക്കി അവിടുത്തെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചറും തകർത്ത്, ഹോസ്പിറ്റലുകളും ഒക്കെ തകർത്ത്, ഇനി അവിടുത്തെ ആളുകളെ ഇപ്പോ നമ്മൾ നോക്കൂ, ഏറ്റവും കൗതുകകരം, അതേസമയം വളരെ വേദനാജനകമായ ഒരു കാര്യം എന്ന് പറയുന്നത്, കേവലം ലണ്ടനിലെ ഹീത്രൂ എയർപോർട്ടിന്റെ അത്രയുള്ള ഒരു സ്ഥലത്തേക്ക് ഈ 1.8 മില്യൺ 18 ലക്ഷം ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ഒരു പദ്ധതിയെ കുറിച്ച് പറയുന്നു. അതിനെക്കുറിച്ച് WHO ചീഫ് പറഞ്ഞത്, ഇങ്ങനെ ലോകത്ത് ഒരു നിലക്ക് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യില്ല, കാരണം അങ്ങനെ ഒരു സംഗതി ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് സ്ഥലം പോലും ഗസയിൽ ഇപ്പോൾ സുരക്ഷിതമായില്ല. അവരെ മുഴുവൻ കൊന്നൊടുക്കുക. ആ കൊന്നൊടുക്കുന്ന കാര്യത്തിൽ തങ്ങൾക്ക് യാതൊരു വൈമനസ്യവുമില്ല. അത് തങ്ങളുടെ കൊളോണിയൽ സിയോണിസ്റ്റ് പ്രൊജക്ടിന്റെ ഭാഗമാണ് എന്ന് പറയാതെ പറയുകയാണ് വാസ്തവത്തിൽ നെതന്യാഹു. ഓക്കെ, ഇതിനകത്ത് താജ്, ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സമാനതകളില്ലാത്ത ഒരു ക്രൈസിസിനെ, ഒരു ഇന്റേണൽ ക്രൈസിസിനെ ആദ്യമായിട്ട് ഇസ്രായേൽ അനുഭവിക്കുന്നുണ്ട് എന്നതാണ്. എങ്ങനെയാണ് അവരതിനകത്ത് അതിനെ മാനേജ് ചെയ്യുന്നത്? നോക്കൂ, ഇസ്രായേൽ ഒരു പദ്ധതി ഇല്ലാതെ, ഒരു വ്യക്തത ഇല്ലാതെ, ദിശാരഹിതമായി, കുറച്ചൊക്കെ പറഞ്ഞാൽ ഭ്രാന്തമായി, ക്ലൂലെസ്സായി ഇടപെടുന്നതാണോ നമ്മളിപ്പോൾ കാണുന്നത്? അവരുടെ ഏറ്റവും അടുത്ത അലയാണ് അമേരിക്ക. അമേരിക്കയ്ക്ക് ഈ കാര്യത്തിൽ ചില പൊസിഷനുണ്ട്. അതായത് നിങ്ങൾ അവിടെ ഒരു സൈനികവൽകൃതമായ ഗസയല്ല സ്വപ്നം കാണേണ്ടത്, അധിനിവേശം പാടില്ല എന്നൊക്കെ അവർ നേരത്തെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. അതേസമയം സൈനികവൽകൃതമായ ഗസയായിരിക്കും അവശേഷിക്കുക എന്ന അമേരിക്കൻ വിരുദ്ധ നിലപാട് നെതന്യാഹു പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. അതുമാത്രമല്ല, സിവിലിയൻസിനെ കൊല്ലാൻ പാടില്ല എന്ന് കർശനമായ നിലപാട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് എടുക്കുന്നത് നമ്മൾ കേൾക്കുകയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന സെറ്റിലേഴ്സായ ആളുകൾ സിവിലിയൻസിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾ വിസ കൊടുക്കില്ല എന്ന് അമേരിക്ക പറയണം. എന്ന് വെച്ചാൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ പോലും ചേർന്ന് പോകാത്ത വിധം അകലങ്ങൾ ഉണ്ടാവുകയും ഇസ്രായേൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയോ എന്തൊക്കെയോ പറയുകയോ ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഏതാണ്ട് ഒറ്റപ്പെട്ട ഒരു ലൈനിൽ സഞ്ചരിക്കുകയാണ് ഇസ്രായേൽ എന്ന് വിചാരിക്കണോ? നോക്കൂ, അത് നമുക്ക് പുറമേക്ക് തോന്നുന്ന ഒരു സംഗതിയാണ്. വാസ്തവത്തിൽ ഇപ്പോ വളരെ ശക്തമായി ഇസ്രായേലിന്റെ പിന്നിൽ തന്നെ എല്ലാവിധ പിന്തുണയുമായി അമേരിക്ക ഉണ്ട്. ഇപ്പോ ഈ ഹമാസിന്റെ തുരങ്കങ്ങൾ കണ്ടെത്താൻ അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ, ഡ്രോൺ അടക്കം, അതുപോലെ ഇന്റലിജൻസ് അടക്കം ധാരാളം സംവിധാനങ്ങൾ അമേരിക്ക അയക്കുന്നുണ്ട്. അതുപോലെ ഫല്ലൂജയിൽ, ഇറാഖിലെ ഫല്ലൂജയിൽ ഈ ഇത്തരം ടണലുകൾ തകർത്ത് പരിചയമുള്ള, അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ പ്രത്യേകിച്ച് ഈ ഗറില്ല വാർഫെയറിൽ പരിചയമുള്ള ധാരാളം മിലിറ്ററി ഓഫീസേഴ്സിനെ അമേരിക്ക അയച്ചിട്ടുണ്ട്. അതുപോലെ സോമാലിയയിൽ, അതുപോലെ തന്നെ മറ്റു പല അഫ്ഗാനിസ്ഥാനിലെ മലമടക്കുകളിലൊക്കെ ഈ ഗറില്ല യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് നല്ല അതിവൈദഗ്ധ്യമുള്ള ആളുകളെയൊക്കെ കൊടുക്കുന്നുണ്ട് അമേരിക്ക. എന്ന് പറഞ്ഞാൽ ശരിക്കും വാസ്തവത്തിൽ സംഭവിക്കുന്നത് അമേരിക്കയുടെ സർവ്വ പിന്തുണ ഉണ്ടായിട്ടും, ഇപ്പൊ നമ്മൾ നോക്കൂ, എല്ലാ ദിവസവും എന്ന് പറഞ്ഞത് പോലെ അമേരിക്കയിൽ നിന്ന് കൺസൈൻമെന്റ്, ആംസ് കൺസൈൻമെന്റ് വരെയാണ്. പിന്നെ ബ്രിട്ടൻ പ്രത്യേക ഡ്രോൺ ടെക്നോളജി, ഈ ടണലുകൾ കണ്ടെത്താൻ പറ്റുന്ന ഡ്രോൺ ടെക്നോളജി കൊടുക്കുന്നു.
എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ കൃത്യമായ അവരുടെ യുദ്ധത്തെ സ്ട്രാറ്റജിയെ തന്നെ നിയന്ത്രിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ പിന്നിലുണ്ട്. ജർമ്മനിയൊക്കെ അടക്കം വളരെ ശക്തമായി പിന്നിലുണ്ട്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഇസ്രായേൽ അവിടുത്തെ പരാജയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് ഗസയിലെ ഹമാസ് പോരാളികളെ ഇപ്പോഴും അവർക്ക് ഒരു നിലക്കും കൃത്യമായി അവരുടെ സാന്നിധ്യം അത് അവരുടെ ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ്. കാരണം ഗസയുടെ മുക്കും മൂലയും പരിചയമുള്ള, അവിടെ കൃത്യമായി എന്തൊക്കെ ചെയ്യണമെന്ന് വളരെ വ്യക്തമായ ഒരു സ്ട്രാറ്റജിയും പ്ലാനിങ്ങോട് കൂടിയും നീണ്ടകാലം പൊരുതാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പോടും കൂടി ഹമാസിന്റെ അൽ ഖസാം ബ്രിഗേഡും അതുപോലെ അൽ ഖുദ്സ് ബ്രിഗേഡ്, ഇസ്ലാമിക് ജിഹാദിന്റെ അൽ ഖുദ്സ് ബ്രിഗേഡും ഒക്കെ തന്നെ തയ്യാറായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ വളരെ അവർ വിചാരിച്ചത് ഒരു വ്യോമാക്രമണം, അതുപോലെ കുറച്ച് നാവിക സേനയുടെ ആക്രമണം. ഈ നാവികസേനയെ തന്നെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് തന്നെ കൂടുതൽ ഉപയോഗിക്കാത്തതിന്റെ ഒരു കാരണം ഹമാസിന്റെ ഏറ്റവും പുതിയ ഒരു എഞ്ചിനീയർ ഒരു നാവികസേനയെ തകർക്കുന്ന ഒരു ഡ്രോൺ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഹമാസ് പറയുന്നത്, ഞങ്ങൾ ഇനിയും ചില ആയുധങ്ങൾ പുറത്തെടുത്തിട്ടില്ല എന്ന്. അപ്പൊ അത് പുറത്തെടുക്കാനുള്ള അവസരം ഇസ്രായേൽ കൊടുക്കാതിരിക്കാൻ അവിടെ അത് വികസിപ്പിച്ച ഒരു എഞ്ചിനീയറെ തുനീഷ്യയില് 2016 തന്നെ ഇസ്രായേൽ വകവരുത്തിയിട്ടുണ്ട്. പക്ഷെ അതപ്പോഴേക്കും ആ പ്രൊജക്ട് മുന്നോട്ട് പോയി. അത് ഞാൻ സൈഡ് ലൈനിലായി പറഞ്ഞതാണ്. പക്ഷെ താങ്കളുടെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം എന്താന്ന് വെച്ചാൽ, അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും ഒക്കെ ഇത്രയധികം പിന്തുണച്ചിട്ടും ഒരു കൃത്യമായ അവർ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട സ്ട്രാറ്റജിക്ക് അനുസരിച്ചല്ല യുദ്ധം ചലിക്കുന്നത്. ആകപ്പാട് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് കുറെ സിവിലിയൻസിനെ കൊല്ലുക, ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുക, അതുപോലെ തന്നെ ആശുപത്രികൾക്ക് ബോംബിടുക, മനുഷ്യ സഹായം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു മാനുഷിക പരിഗണനയുമില്ലാതെ നിരന്തരമായ ഒരു വിവേചനരഹിതമായിട്ടുള്ള ബോംബിങ്ങിലൂടെ തങ്ങളുടെ യുദ്ധത്തിന്റെ അല്ലെങ്കിൽ തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കാൻ മാത്രം അവർക്ക് സാധിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഹമാസിനെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല യഹിയ സിൻവാർ ആരാണെന്നോ അദ്ദേഹത്തിന്റെ പ്ലാൻ എന്താണെന്നോ. ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ വളരെ വലിയ വീമ്പ് പറഞ്ഞു, ഞങ്ങൾ യഹിയ സിൻവാറിന്റെ തലയെടുത്തു കൊണ്ടുവരും, മുഴുവൻ ഹമാസ് നേതാക്കളെയും കൊലവിളിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിന്റെ ഒരു പരിസരത്ത് പോലും എത്താതെ, വളരെ പ്രധാനപ്പെട്ട നേതാക്കളെ പോലും കണ്ടെത്താൻ കഴിയാതെ, ഇപ്പോ അവസാനം നോക്കൂ, ടണലുകളിലേക്ക് കടൽ വെള്ളം അടിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ ടണലുകളില് പ്രത്യേകമായിട്ടുള്ള ഗ്യാസ്, നിരോധിത ഗ്യാസ് ഉപയോഗിച്ചിട്ട് അവരെ മുഴുവൻ പുറത്ത് എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നു. പക്ഷെ അപ്പോഴും ബന്ധുക്കളുടെ രോഷത്തെ ഭയന്ന് അതിനകത്തേക്ക് ഒന്നും പോകാൻ സാധിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയും എല്ലാവിധ പിന്തുണയും അവർക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായ ഒരു സ്ട്രാറ്റജിയുടെ അഭാവം, ലക്ഷ്യം നേടുന്നതിനെ കുറിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ട്, ഇസ്രായേലിനുമുണ്ട്, അമേരിക്കക്കുമുണ്ട്. ഇപ്പൊ അമേരിക്ക ഏറ്റവും അവസാനം വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നു. അവിടുത്തെ CNN-ഉമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ ഒരു ഡെമോക്രാറ്റിക് സെനറ്റർ പറഞ്ഞത്, ബൈഡനെ ഞങ്ങൾ എല്ലാവരും പിന്തുണക്കുന്നു, പക്ഷെ ആ പിന്തുണക്കുന്നതോടൊപ്പം ഇസ്രായേലിന്റെ ഈ സ്ട്രാറ്റജി ഇല്ലായ്മ അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജി ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്നത് ഞങ്ങളെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തുന്നു. എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ ഫല്ലൂജയിലെ പോരാടിയ ആളുകളെ അയച്ചു, അഫ്ഗാനിസ്ഥാനിൽ പോരാടിയ ആളുകളെ അയച്ചു, സോമാലിയയിൽ പോരാടിയ ആളുകളെ അയച്ചു, പക്ഷെ എന്നിട്ടൊന്നും. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ കേൾക്കുന്നത് ഈ ടണൽ ബന്ദികളെ കണ്ടെത്താൻ വേണ്ടി നിയുക്തമായ കമാൻഡർ തന്നെ വധിക്കപ്പെട്ടു. ഇസ്രായേലിന്റെ ആ സൈനിക വിഭാഗത്തിന്റെ പർട്ടിക്കുലർ കമാൻഡർ തന്നെ വധിക്കപ്പെട്ടു എന്ന വാർത്ത നമ്മൾ കേൾക്കുന്നു. അപ്പോ ഈ വിഭാഗത്തെ ഹമാസിന്റെ ഈ വിഭാഗത്തെ അല്ലെങ്കിൽ മൊത്തം ഗസയിലെ ജനതയുടെ ഈ ആത്മവീര്യത്തെ തകർക്കാനോ അവരെ ഇല്ലാതാക്കാനോ ഗസയെ ആത്യന്തികമായ യുദ്ധത്തിൽ പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങളിലേക്ക് നടന്നെടുക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നും മാത്രമല്ല, അവ്യക്തമായ ലക്ഷ്യങ്ങളിലേക്ക് വിവേചനരഹിതമായി ഇങ്ങനെ എന്താ പറയുന്നത് ഭ്രാന്തമായി ബോംബെയാണ് അവർ എന്നതാണ് ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ച. സജി മാർക്കോസ് കൂടി എന്നോടൊപ്പം ഉണ്ട്. സജി മാർക്കോസ്, ഇപ്പോൾ കഴിഞ്ഞ ഒരു 3/4 നൂറ്റാണ്ട് കാലത്തെ ഫലസ്തീൻ്റെ പ്രതിരോധം അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യ സമരത്തോട് ലോകം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അനീതി അതിനെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്, അല്ലെങ്കിൽ ഇടവേളകളിൽ മാത്രം കാണുകയും പിന്നീട് സൗകര്യപൂർവ്വം മറന്നു കളയുകയും ചെയ്യുക എന്നതാണ് ലോകം അവരുടെ പ്രൊട്ടസ്റ്റിനോട് അവരുടെ സ്ട്രഗിളിനോട് എടുത്തിട്ടുള്ള സമീപനം. ആദ്യത്തെ 45 ദിവസത്തെ വലിയ വാർ നമ്മൾ കണ്ടു. ലോകമാകെ പ്രതിഷേധമുണ്ടായി. ലോകമാകെയുള്ള ഭരണകൂടങ്ങൾ വളരെ കർക്കശമായ നിലപാട് സ്വീകരിച്ചു. സ്വാഭാവികമായും അതൊരു വെടിനിർത്തലിൽ കലാശിച്ചു. അങ്ങനെ സമാധാനപൂർണ്ണമായ ബന്ധി കൈമാറ്റം, തടവുകാരുടെ കൈമാറ്റം ഉണ്ടായി. അതിനുശേഷം പക്ഷേ അതിനേക്കാൾ ഭയാനകമായ ബോംബിംഗ് നടത്തുകയും ആളുകളെ കൊല്ലുകയും ലക്ഷ്യരഹിതമായി വലിയ തോതിലുള്ള ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ. ലോകം അതിൻ്റെ കർത്തവ്യം നിറവേറ്റുന്നതിൽ മുമ്പത്തെ അത്ര ശക്തിയിൽ പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ സ്വാഭാവികമായ ഒരു പിന്മടക്കത്തിലേക്കും മറവിയിലേക്കും സൗകര്യപൂർവമായ ഒഴിവാക്കലിലേക്കും ലോകം വീണ്ടും സഞ്ചരിക്കുന്നു എന്ന് പറയാമോ? അതോ
ഈ ഒക്ടോബർ 7-ന് ശേഷം ഉണ്ടായിട്ടുള്ള സംഘർഷം ഈ എൻറ്റയർ കോൺഫ്ലിക്റ്റിനകത്ത് വളരെ പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒന്നാണെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? ലോകം മൗനമായിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടേതായ ഇൻട്രസ്റ്റുകളുണ്ട്. അപ്പൊ അങ്ങനെ പണ്ടത്തെ പോലത്തെ ഒരു സഖ്യകക്ഷികളൊന്നും ചേർന്നുകൊണ്ട് ഒരു യുദ്ധമൊന്നും ഇപ്പൊ പൊതുവെ കേൾക്കാറില്ല. അങ്ങനെ രാജ്യങ്ങൾക്ക് സാധിക്കുമില്ല. കാരണം രാജ്യങ്ങൾക്ക് അവരുടേതായ ഇൻട്രസ്റ്റ് ഓഫ് നേഷൻ ഉണ്ട്. അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണം, ടെക്നോളജി വേണം, സുരക്ഷിതത്വം വേണം, ഇങ്ങനെ പല ഡെവലപ്മെന്റ് വരണം, അവരുടെ ജനങ്ങളുടെ കാര്യങ്ങൾ അഭ്യുദയത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അപ്പൊ ആ നിലയിൽ എല്ലാ രാജ്യങ്ങളും അവരവരുടേതായ പ്രശ്നങ്ങളുമായി മുമ്പോട്ട് പോവുകയാണെങ്കിലും ഈ ഇപ്പോൾ നടക്കുന്ന ഇത്ര ഭയാനകമായ ഒരു ഇൻവേഷൻ അതിനോട് മൗനം പാലിക്കുന്നു എന്നുള്ളത് ലോകരാജ്യങ്ങൾ, ലോക നേതാക്കൾ ചെയ്യുന്നത് അങ്ങേയറ്റം അനീതി നിറഞ്ഞ ഒരു കാര്യമാണ്. ലോകത്തിന് മനസാക്ഷി ഉണരേണ്ട സമയം എത്രയോ കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോ നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ച, വെസ്റ്റ് ബാങ്കിലൊക്കെ അവിടുത്തെ സെറ്റിലേഴ്സ്, യഹൂദന്മാർ പാലസ്തീനികളെ ആക്രമിക്കാൻ വരുന്നു. ഇപ്പൊ ഒലിവ് വിളവെടുപ്പിന്റെ സമയമാണ്. അവരുടെ ഒലിവ് ചെടികൾ നശിപ്പിക്കുന്നു, അവിടെ സമ്പത്ത് നശിപ്പിക്കുന്നു. ഗസയിൽ ഒരു തരത്തിലുള്ള ആക്രമണമെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ മറ്റൊരു തരത്തിലുള്ള ആക്രമണം. ഇങ്ങനെ ഒരു തരത്തിലും അവിടെ ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം മനുഷ്യർക്ക് ഉണ്ടാക്കിയിട്ട് ഇതൊരു ഇന്റർനാഷണൽ പ്രശ്നമാണ്. ഇപ്പൊ ഒരു ആഭ്യന്തര പ്രശ്നമാണെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് മൗനമായിരിക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഇത് തികച്ചും ഒരു അന്താരാഷ്ട്ര പ്രശ്നമായതുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ടതുണ്ട്. എന്നാൽ ഇടപെടേണ്ട പല സംഘടനകളും നോക്കൂത്തി സംഘടനകളായി നിർഭാഗ്യവശാൽ ഇരിക്കുമ്പോൾ ഇത് വലിയൊരു ഒരു തെറ്റാണ് ഈ സമൂഹം കാണിക്കുന്നത്. ലോക രാജ്യങ്ങൾ, ലോക നേതാക്കന്മാർ ചെയ്യുന്ന ഒരു തെറ്റായിട്ട് വേണം നമുക്ക് കണക്കൂട്ടാൻ. അതേസമയം ശക്തമായ രണ്ട് രാജ്യത്തിന് നിർലോഭമായ സഹകരണം ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി ആദ്യം പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്കൊരു വിയോജിപ്പ് തോന്നുന്നത്, അവർ ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കാമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. അവർ വീണ് കിട്ടിയ സാഹചര്യത്തെ അവർ ഏറ്റവും പ്രയോജനപ്പെടുത്തിയാണ്. അവരുടെ ലോങ് ടൈം പദ്ധതി അവർ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലസ്തീൻ ഇല്ലാത്ത ഒരു ഭൂപടമാണ് അവരുടെ മനസ്സിലുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വീണ് കിട്ടിയ അവസരമായ ഒക്ടോബർ 7-ന് അവർ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ഈ ചർച്ച തുടങ്ങിയ ആദ്യ ഭാഗത്ത് എനിക്ക് കുറച്ച് കേൾക്കാൻ പറ്റില്ല. അവിടെ പറഞ്ഞൊരു കാര്യം, ബന്ദികളെ വിട്ടുകിട്ടുക എന്നുള്ള ഇസ്രായേലിന് മുമ്പിൽ ഒരു ആവശ്യമേ ആയിരുന്നില്ല ഇത്രയും ദിവസങ്ങളിലും. ഈ ഒരു യുദ്ധത്തിന് ഒരു സമയത്തും അത് അവരുടെ പ്രധാനപ്പെട്ട അജണ്ട ആയിരുന്നില്ല. ആ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് എങ്ങനെയും ഗസയെ ഇല്ലാതാക്കി തീർക്കുക, ഈ ഹമാസിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഗസയിൽ സാധാരണ മനുഷ്യരുടെ മേൽ ആക്രമണം നടത്തുക, അതിനെ അവിടുന്ന് കഴിയുമെങ്കിൽ അവരെ പലായനം ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുക. അങ്ങനെ അത് അവരുടെ വലിയ പദ്ധതി എന്ന് പറഞ്ഞാൽ ഈ കടൽ വരെയുള്ള ഭൂമി അവരുടേതാക്കി മാറ്റുക, അല്ലെങ്കിൽ അതിനെ വെസ്റ്റ് ബാങ്കിനെ പോലെ ആക്കുക. വെസ്റ്റ് ബാങ്കിനെ പോലെ ആയിരുന്നാലും ഇസ്രായേലിന് ബുദ്ധിമുട്ടില്ല. കാരണം ജിയോഗ്രഫിക്കലി ഒരുമിച്ചല്ല കിടക്കുന്നത്. അവിടെ ഇവരുടെ സെറ്റിൽമെന്റുകൾ കൊണ്ടിരുന്നു. അവിടെ എല്ലാം പൂർണ്ണമായിട്ടും ഇവരുടെ ചെക്കിങ്, പാലസ്തീൻ അതോറിറ്റി ഭരിക്കുന്നിടത്ത് പോലും ഇവരുടെ ചെക്കിങ് നടക്കുന്നു. ആ തരത്തിൽ ആത്മാഭിമാനമില്ലാത്തവരായി ഒരു കൂട്ടം മനുഷ്യരായി ഗസയിലെ ആളുകൾ മാറിയാലും ഇസ്രായേൽ തൃപ്തരാണ്. പിന്നീട് അവരൊന്നുകൊണ്ട് തലമുറ കഴിയുമ്പോൾ അവരെ കൊണ്ട് പലായനം ചെയ്തു പോയിക്കോളും. ഇത് അവിടെ ഒരു വൻ പദ്ധതിയാണ്. അതിന്റെ വിജയത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എന്റെ അഭിപ്രായം. ആദ്യം പറഞ്ഞു, ഇത് തന്നെ ലോക രാജ്യങ്ങൾ, ലോക നേതാക്കന്മാർ ഇപ്പോൾ കാണിക്കുന്ന മൗനം അങ്ങേറ്റം അല്ല. ഓക്കെ സജി, ഇതിനകത്തൊരു കാര്യമുള്ളത്, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവസരത്തെ പ്രയോജനപ്പെടുത്തുകയാണ് ഇസ്രായേൽ. എന്ന് വെച്ചാൽ പരമാവധി ഫലസ്തീനികളെ കൊല്ലാൻ നോക്കുക. പക്ഷെ 22 ലക്ഷം മനുഷ്യരുള്ള ഒരു മേഖലയിൽ പരമാവധി എത്ര ആളുകളെ കൊല്ലാൻ കഴിയും? ഇത്രയും ആളുകളെ കൊന്നു തീർക്കുക എന്നത് സാധ്യതപ്രായമായ ഒരു സംഗതിയായിരിക്കില്ല. രണ്ടാമത്തേത്, അവരെ പലായനം ചെയ്യാൻ നിർബന്ധിതമാക്കുക. പക്ഷേ ഇതിൻ്റെ ഡേ 1 മുതൽ തന്നെ ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് അവരെ സ്വന്തം നാട്ടിൽ നാട്ടിപ്പായ്ക്കൽ നടക്കില്ല എന്ന് വിവിധ രാജ്യങ്ങൾ വളരെ ഖണ്ഡിതമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് ഇസ്രായേൽ ഫോഴ്സ് ചെയ്യുന്നതോറും അത് അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുകയും ഇസ്രായേലിന് മേൽ കൂടുതൽ പ്രതികരണങ്ങളും മറുസമ്മർദ്ദവും ഉണ്ടാക്കാനിടയാക്കുക. അതുകൊണ്ട് സ്ട്രാറ്റജിക്കലി ഇപ്പോൾ ഒരു വലിയ ഫോഴ്സിങ്ങിലൂടെ ആളുകളെ പുറത്താക്കാൻ ശ്രമിക്കുക, ആളുകളെ കൊല്ലാൻ ശ്രമിക്കുക എന്നത് കൗണ്ടർ പ്രൊഡക്റ്റീവായ സംഗതി ആയിരിക്കില്ലേ സി സജി? നിശ്ചയമായിട്ടും ആയിരിക്കും. ഇസ്രായേൽ സമാധാനപരമായിട്ട് അവിടെ ഒരു രാജ്യമായി കഴിയണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് സമാധാനം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ഇവരെ ആക്രമിച്ച് ഇല്ലാതാക്കി കീഴടക്കി എല്ലാവരെയും അവിടുന്ന് പലായനം ചെയ്യിപ്പിച്ച് ബാക്കിയുള്ളവർ കൊന്നൊടുക്കുക, അങ്ങനെ ഒരിക്കലും സമാധാനത്തോടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അവിടെ കഴിയാൻ കഴിയില്ല. ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങൾ കൂടിയുണ്ട്. അവർക്കും ഇതിനകത്തൊരു സ്റ്റേക്കുള്ള രാജ്യങ്ങളാണ്. ഇപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആരും ഇടപെടുന്നതായി കാണുന്നില്ലെങ്കിലും അത് അങ്ങനെ ഒരു കൂട്ടം മനുഷ്യരെ അങ്ങനെ ഇല്ലാതാക്കി കളയാൻ കഴിയില്ല. അവരെ ആ നാടിനോട് അവരെ കൂടെ പലായനം ചെയ്യും. ഇത്രയും ജനങ്ങളില്ലേ, എത്രയും പേരെ കൊന്നെടുക്കാൻ പറ്റുമോ? പക്ഷേ അവരുടെ വെസ്റ്റ് ബാങ്കിനെ പോലെ ഗാസയാക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. അതായത് ജിയോഗ്രഫിക്കലി ഒരുമിച്ച് കിടക്കുന്നതിന് സ്കാറ്റർ ചെയ്യിപ്പിക്കുക, അവിടെ ഇവർക്ക് പെനിട്രേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഇവരുടെ നിയന്ത്രണത്തിൽ കീഴിലാണ്, അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിന് കീഴിലാണ്.
കടലും കരയും ആകാശവും അവരുടെ നിയന്ത്രണത്തിന് കീഴിലാണ്. എങ്കിലും കരയിൽ കൂടി ഇവരുടെ പട്ടാളത്തിന് എല്ലാ ദിവസവും ചെക്ക് പോസ്റ്റുകൾ നിർമ്മിക്കാൻ, അങ്ങനെ വെസ്റ്റ് ബാങ്കിലെ പോലെ ഗാസയ്ക്കുള്ളിൽ കയറാൻ പറ്റിയാലും ഇസ്രായേൽ തൃപ്തരാകും. അതിനോടുള്ള ഒരു പോക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സുഹൈൽ, ഈ കാര്യത്തിൽ അതായത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 60 ദിവസമായിട്ട് ഈ പോരാട്ടം തുടരുകയാണ്. നമുക്ക് ഹമാസിനെ അറിയാം. ഹമാസ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങളോടെ വർക്ക് ചെയ്യുന്ന ഒരു സംഘമാണ്. അവരെ സംബന്ധിച്ച് അവരുടെ എല്ലാ വിൻഡോയും ഇസ്രായേൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും ആക്രമണം നടക്കുന്നു. പക്ഷേ ഒരു ലോങ് ടേം വാറിലേക്ക് പോകുമെന്നതിന് സൂചന ഇസ്രായേലിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ ലോങ് ടേം വാറിൽ എന്തുമാത്രം എക്യുപ്ഡ് ആയിരിക്കാൻ, എന്തുമാത്രം എന്താ പറയുന്നത്, ആക്രമണശേഷി നിലനിർത്താൻ കഴിയും ഹമാസിന്? അതോ ഈ ട്രൂസിൻ്റെ സമയത്ത് അവർ റീചാർജ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഇസ്രായേലി സൈനികരുടെ എണ്ണം നോക്കുക. നേരത്തെ താജ് ആലുവ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഇസ്രായേലിൻ്റെ മാത്രം സൈന്യമല്ല ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് ഉണ്ട്. ഇപ്പോൾ UK പ്രതിപക്ഷം അവിടെയുള്ള സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അവിടെ ഗസക്കുള്ളിൽ UK സൈന്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത തരണം എന്നുള്ളത്. ആ ചോദ്യത്തിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല എന്ന് അവിടുത്തെ പ്രതിപക്ഷം പറയുന്നു. അപ്പോൾ പലതരത്തിലുള്ള സൈനിക വിഭാഗങ്ങൾ അവിടെ ഉണ്ടാകുമ്പോഴും അവരെ മുഴുവനും പ്രതിരോധിച്ച് നിർത്താനും അതേപോലെ തന്നെ പല ആളുകളുടെയും ജീവനാശം വരുത്താനും അവർക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവർ ഒന്നുകൂടി ശക്തി ആർജിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തുമാത്രമല്ല, ഇസ്രായേലിലേക്ക് ഇതെല്ലാം ഉണ്ടായിട്ടും, അതായത് വടക്കൻ ഗസയെ പൂർണ്ണമായും നശിപ്പിച്ചു എന്നവർ പറയുന്നു. പക്ഷേ അത് നശിപ്പിച്ചതിന് ശേഷവും ഇപ്പോഴും അവിടെ നിന്നും വൻതോതിലുള്ള റോക്കറ്റുകൾ അഷ്കലോണിലേക്ക് പോകുന്നു. എന്ന് മാത്രമല്ല, ഓരോ ദിവസവും ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നത് അവിടെ സൈറൻ നിലക്കുന്ന സമയമുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് ഈ ആക്രമണങ്ങൾ നടത്തുന്നത്, എവിടെ നിന്നാണ് ഈ ആക്രമണങ്ങൾ ഹമാസ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. കഴിഞ്ഞ ഈ ബന്ദി കൈമാറ്റത്തിൻ്റെ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് അതിന് വ്യക്തമായ തെളിവായിരുന്നു. ഗസ സിറ്റിയിൽ വെച്ചുകൊണ്ട് ഗസ സിറ്റി എന്ന് പറയുന്നത് പൂർണ്ണമായും നശിപ്പിച്ചു എന്നും ഹമാസിൻ്റെ നിയന്ത്രണങ്ങൾ നീക്കിയെന്ന് പറയുന്ന സ്ഥലത്താണ് ബന്ദി കൈമാറ്റം വളരെ ആഘോഷപൂർവ്വം ഹമാസ് സംഘടിപ്പിച്ചു. ഹമാസ് മാത്രമായിരുന്നില്ല, അവരെ പിന്തുണക്കുന്ന ആളുകൾ കൂടി ഉണ്ടായിരുന്നു. അത്യാഡംബര വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്നുള്ളത് അത്ഭുതമായി ഇപ്പോഴും ലോകത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ഇസ്രായേലിന് ചെയ്യാൻ സാധിക്കുന്നത് പരമാവധി അവിടെയുള്ള ആളുകളെ കൊന്നൊടുക്കുക, അതോടൊപ്പം തന്നെ സംവിധാനങ്ങളെ തകർക്കുക. വടക്കൻ ഗസയിലെ ഏകദേശം 70% പാർപ്പിടങ്ങളും നേരത്തെ ട്രൂസിന് മുമ്പ് അവർ തകർത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർ ശ്രമിക്കുന്നത് ഓരോ മീറ്റർ ബൈ മീറ്റർ എന്നുള്ള നിലയിൽ അടുത്ത റഫ അതിർത്തി വരെയുള്ള പരമാവധി ബിൽഡിങ്ങുകൾ, പാർപ്പിടങ്ങൾ തകർക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കൂ, ഇപ്പോൾ അമേരിക്കയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത്രയും സംഭവങ്ങളെല്ലാം പാർപ്പിടങ്ങൾ തകർക്കുക എന്നുകൊണ്ട് സുഹൈൽ ഉദ്ദേശിക്കുന്നത് പോയവർ ഒരു കാലത്തും മടങ്ങി വരുതെന്ന ഉദ്ദേശത്തിലാണ്. തീർച്ചയായും അവർക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുക, അതായത് ഒരു ആളില്ലാ മരുഭൂമിയാക്കി ഇതിനെ മാറ്റും എന്നെല്ലാം അവർ പറഞ്ഞിരുന്നു. അപ്പോൾ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരിടമാക്കി ഇതിനെ മാറ്റുക, പരമാവധി ആളുകളോട് പിന്തള്ളാൻ. ഇപ്പോഴത്തെ ഇവാക്വേഷൻ ഭീഷണി നമുക്കറിയാം. ഓരോ 2000-ഓളം പോയിന്റുകളാക്കി ഗസയെ മാറ്റിയിരിക്കുകയാണ്. 1, 2, 3 തുടങ്ങി 2000 വരെ പോയിന്റുകളാക്കിയിരിക്കുന്നു. QR കോഡും കൊടുത്തിരിക്കുന്നു ഗസക്കാർക്ക്. ഓരോ ദിവസവും നിങ്ങൾ എങ്ങോട്ട് മാറണം എന്ന് ഞങ്ങൾ പറയും, അതിനനുസരിച്ച് മാറണം എന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് ഓരോ ദിവസം മൊബൈലിലേക്ക് സന്ദേശങ്ങൾ വരുന്നു, നിങ്ങൾ അങ്ങോട്ട് മാറണം എന്ന് പറയുന്നു. പിന്നീട് അടുത്ത ദിവസം പറയുന്നു അവിടെ നിന്ന് മാറാനാണ്. ഏറ്റവും ഒടുവിൽ റഫ അതിർത്തിയുടെ ഒരു ചെറിയൊരു സ്ഥലത്തേക്ക് മാത്രം ഇത്രയും ആളുകളെ 10-22 ലക്ഷം ആളുകളോട് മാറാനൊക്കെയുള്ള നിർദ്ദേശം നൽകുന്നു. അതിനുശേഷം അവർ ചെയ്യുന്നത് ആ ഇടങ്ങളിലൊക്കെയുള്ള പാർപ്പിടങ്ങൾ തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ 70% പാർപ്പിടങ്ങൾ തകർത്തത് എങ്കിൽ 100% പാർപ്പിടങ്ങൾ തകർക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഇവിടെ ഇടപെടുന്നില്ല എന്നുള്ള ചോദ്യം, അവരുടെ സ്വരം മാറിയോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുമ്പോഴും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കക്ക് തുടക്കം മുതൽ ഇതുവരെയുള്ള ഈ മേഖലയിലെ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ലക്ഷ്യത്തിൽ വ്യത്യാസമുള്ളത് ഒറ്റ കാര്യത്തിൽ മാത്രമാണ്. ഇതിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ വ്യാപനം, എസ്കലേഷൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമാണ് അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിൽ നിർബന്ധമുള്ളൂ. ഈ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിനെ കുറിച്ച് അല്ലെങ്കിൽ അവിടേക്കുള്ള സഹായത്തെക്കുറിച്ചെല്ലാം അമേരിക്ക പറയുന്നത് പോലും ആ ഒരു ലക്ഷ്യത്തിൽ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് നിരീക്ഷകർ പറയുന്നത്. എന്തുമാത്രമല്ല, നോക്കുക, ഈ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിനെ കുറിച്ചും അതേപോലെ തന്നെ ഈ രണ്ടാം ഘട്ടത്തിൽ ഒരിക്കലും മാനുഷികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല, സാധാരണക്കാരെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറയുന്ന അമേരിക്ക
കഴിഞ്ഞ 2 ദിവസം മുമ്പ് വൈറ്റ് ഹൗസിൻ്റെ വക്താവ് പറഞ്ഞത് സാധാരണക്കാരെ ബോധപൂർവം ലക്ഷ്യം വെക്കുന്ന ഒരു നടപടിയും ഇസ്രായേൽ ചെയ്തതായി ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല എന്നുള്ളതാണ്. ലോകത്തിനെല്ലാം അക്കാര്യങ്ങൾ മനസ്സിലായി. ഡെമോക്രാറ്റുകൾക്ക് അത് കാര്യം മനസ്സിലായി. 65% വരുന്ന അമേരിക്കയിലെ വലിയൊരു വിഭാഗത്തിനും അക്കാര്യം മനസ്സിലായി എന്ന് പുതിയ സർവേകൾ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ പുതിയ നുണകൾ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് പുതിയ ഒരു നുണപ്രചാരണം IDF ആരംഭിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ജനങ്ങൾക്കിടയിൽ ലോകത്തിനിടയിൽ വലിയ ശ്രദ്ധ നേടിയ കാര്യമായിരുന്നു ഈ ബന്ദി കൈമാറ്റത്തിൻ്റെ സമയത്തെ ഹമാസ് പോരാളികളോട് ഈ ഹോസ്റ്റേജസ് കാണിച്ചിട്ടുള്ള സ്നേഹവായ്പകൾ, അവരുടെ പ്രകടനങ്ങൾ, അത്തരം കാര്യങ്ങൾ. ഇപ്പോൾ പുതിയ ഒരു നുണ അവർ പ്രചരിപ്പിക്കുന്നത് ഹമാസ് ഈ ബന്ദികളെ മോചിപ്പിക്കുന്ന സമയത്ത് ഉത്തേജക മരുന്ന് അവർക്കെല്ലാം നൽകി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ബന്ദി മോചനം നടക്കുന്ന ഘട്ടത്തിൽ ഈ മാസലാമ പറയുന്നതും അതേപോലെ തന്നെ ബൈ ബൈ പറയുന്നതുമെല്ലാം ഈ ഉത്തേജക മരുന്നിൻ്റെ എഫക്റ്റാണ് എന്നുള്ള ഒരു നുണയാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഏറ്റവും കൗതുകകരമായൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സംഭവങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലുമെല്ലാം ഇതേ ഐഡികൾക്ക് താഴെ വരുന്ന കമൻറ്റ് എന്ന് പറയുന്നത് അത് അറേബ്യൻ സമൂഹത്തിൽ നിന്നല്ല, പ്രത്യേകിച്ചും വെസ്റ്റിൽ നിന്നടക്കം ഇത് കമൻറ്റ് ചെയ്യുന്നത് എന്താണ് അവരുടെ മനസ്സ് എന്ന് ഞങ്ങൾക്കറിയാം, അത് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്, നിങ്ങൾ ഈ കട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ഈ നുണ പ്രചരിപ്പിക്കുന്നതുമല്ല യാഥാർത്ഥ്യം എന്ന് അതിന് താഴെ തന്നെ വെസ്റ്റിൽ നിന്നുള്ള ആളുകൾ കമൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ നുണപ്രചാരണത്തിലൂടെ ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കുകയില്ല എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, ഇത്രയും വലിയ നാശനഷ്ടങ്ങളെല്ലാം ഗസക്ക് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും ഒക്ടോബർ 7 ശേഷം സംഭവിച്ച പ്രധാനപ്പെട്ടൊരു കാര്യം ലോകത്തിന് ഫലസ്തീൻ കോസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പല നുണകളെയും ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇൻഫർമേഷൻ വാറിൻ്റെ കൂടി കാലമാണ്. ഈ 70% അല്ല 100% ആളുകളെ മാറ്റിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ തകർത്താലും പാർപ്പിടങ്ങൾ തകർത്താലും ഇൻഫർമേഷൻ വാർ മറുഭാഗത്ത് നടക്കുന്നുണ്ട്. ആ ഇൻഫർമേഷൻ വാറിൽ പലപ്പോഴും ഇസ്രായേൽ പരാജയപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. പഴയ കാലത്ത് പോലെയുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളല്ല ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വരുന്നു. ഇപ്പോൾ മെറ്റയെയും അതേപോലെ തന്നെ ട്വിറ്ററിനെയും എല്ലാം ഇസ്രായേൽ കയ്യിലൊതുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഭീഷണിപ്പെടുത്തിയും പ്രലോഭിച്ചും എല്ലാം ഒപ്പം നിർത്താനൊക്കെ ശ്രമിക്കുമ്പോഴും പലപ്പോഴും ടിക്ടോക്ക് പോലെയുള്ള നവമാധ്യമങ്ങൾ ആളുകൾക്കിടയിൽ നിയന്ത്രണങ്ങളില്ലാതെ പോകുന്നു. ആ കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മെറ്റ പോലെയുള്ള കാര്യങ്ങളിലാണ് കമൻറ്റുകളായി ഇസ്രായേൽ വിരുദ്ധമായുള്ള കാര്യങ്ങൾ വരുന്നത്. അതിനോട് പുറമെ നവമാധ്യമങ്ങൾ കൂടുതലായും ആശ്രയിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും 35 വയസ്സിന് താഴെയൊക്കെയുള്ള ആളുകൾ പൂർണ്ണമായും ഇസ്രായേലി വിരുദ്ധമായി മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആളുകൾക്ക് ഈ യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വഹിക്കാൻ അല്ലെങ്കിൽ അത് രക്തസാക്ഷിത്വം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇസ്രായേൽ പറയുന്ന നുണയാണ് എന്ന് ലോകത്തെ വലിയൊരു വിഭാഗത്തെ കൊണ്ട് സമ്മതിപ്പിക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിപ്പിക്കുവാൻ ഈ പുതിയൊരു യുദ്ധത്തിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നെതന്യാഹുവിൻ്റെ താല്പര്യമനുസരിച്ചുകൊണ്ട് ഈ യുദ്ധത്തിലെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇസ്രായേലിന് വലിയ അജണ്ടകളുണ്ട്. പൂർണ്ണമായും ഇതിനെ പിടിച്ചടക്കുക എന്നുള്ളതെല്ലാം അവരുടെ അജണ്ടയാണ്. അജണ്ട സാക്ഷാത്കരിക്കുന്നു, ഒക്ടോബർ 7 കാരണമാക്കി എന്നെല്ലാം പറയുമ്പോഴും മറുഭാഗത്ത് നമ്മൾ നോക്കുക, ഇസ്രായേൽ എന്ന് പറയുന്ന അതിൻ്റെ അസ്തിത്വം തന്നെ ഒക്ടോബർ 7 ശേഷം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല, താജ് ആലുവ വലിയ പോരാട്ടം നടക്കുന്നു എന്ന് വെച്ചാൽ വളരെ എന്താ പറയുന്നത്, ധീരതയോടെയും സ്വാതന്ത്ര്യമോഹത്തോടെയുള്ള പോരാട്ടം സന്ധിയില്ലാതെ ഫലസ്തീനികളിലും അവരുടെ പ്രതിരോധ പ്രസ്ഥാനമൊക്കെ തുടരുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം എന്താണ്? 70% പാർപ്പിട സമുച്ചയങ്ങൾ തകർക്കപ്പെട്ട, മടങ്ങിപ്പോകാൻ ഒരു ഇടവുമില്ലാത്ത, വലിയ തോതിൽ അഭയാർത്ഥികളാക്കപ്പെട്ട ഒരു സമൂഹമായി ഗസക്കാർ മാറുകയാണ്. നേരത്തെ സുഹൈൽ പറഞ്ഞു 100% പാർപ്പിട സമുച്ചയങ്ങളും തകർക്കുക എന്ന പ്രോജക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ തടയാൻ ആരുമില്ല. അമേരിക്ക പരമാവധി ആഴത്തിലുള്ള ആക്രമണം നടത്താനുള്ള പിന്തുണ കൊടുക്കുകയും ചെയ്യുകയാണ്. 60 ദിവസമായിട്ടും ഈ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിനകത്ത് ഒരു ഹെൽത്തി സ്റ്റെപ്പ് നെക്സ്റ്റ് എടുക്കാൻ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനെ കുറച്ചുകൂടി ആരോഗ്യകരമായ ഒരു ചർച്ചാവേദിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു അടുത്ത ഘട്ട ചർച്ചയിലേക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആക്രമണം തുടങ്ങിയത് മുതൽ ഈ 60 ദിവസം കഴിയുമ്പോഴും അതേ ഇൻറ്റൻസിറ്റിയിലുള്ള ആക്രമണം തുടരുന്നു. ആളുകൾ അഭയാർത്ഥികളാവുന്നു, പോകാൻ ഇടമില്ലാതാവുന്നു, ആരും അവരെ സ്വീകരിക്കാനോ അവർക്ക് വേണ്ടി സംസാരിക്കാനില്ലാത്ത നില വരികയാണ്. സോ കഴിഞ്ഞ 75 വർഷത്തിനിടയിലെ ഏറ്റവും ഭീതിതമായ ഒരു നിലയാണോ ഇത്? അഭയാർത്ഥികളാക്കപ്പെടുന്ന, തെരുവിലേക്ക് ഇറക്കി വിടപ്പെടുന്ന, ആരാലും ചോദിക്കപ്പെടാനില്ലാതെ കൊല്ലപ്പെടുന്ന ഗസക്കാർ, ആ നിലയ്ക്കുള്ള അവരുടെ നഷ്ടത്തിൻ്റെ ആഴം ഒക്ടോബർ 7 ശേഷം എന്തുമാത്രം വലുതാണ് ശ്രീ താജ്? നിഷാദ്, ആ പറഞ്ഞത് വളരെ കൃത്യമായ ഒരു വിലയിരുത്തലാണ്. അതായത് 1948 ശേഷം നക്ബ, രണ്ടാം നക്ബ തന്നെയാണ് ഇത് എന്ന് പറഞ്ഞാൽ പരിപൂർണമായും ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന അഭയാർത്ഥികളാകുന്ന ഒരു ജനതയായിട്ട് ഗസയിലെ ജനത മാറിക്കഴിഞ്ഞു. അത് പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു.
പക്ഷെ ഇത് ഫലസ്തീനെ സംബന്ധിച്ച് വളരെ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. അതിൽ ആർക്കും ഒരു തർക്കമില്ല. വളരെ ഡേഞ്ചറസ് ആൻഡ് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ആശുപത്രികൾ പ്രവർത്തിക്കുന്നില്ല, ഉള്ള ആശുപത്രികളിൽ തന്നെ ഇഞ്ചിഞ്ചായി ആളുകളെ കൊല്ലുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇസ്രായേൽ നേരത്തെ തന്നെ ഒരു ജനോസൈഡ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ഇൻക്രിമെന്റൽ ജനോസൈഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ ക്രമേണയുള്ള ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ആളുകളെ കൊല്ലുന്ന ഏർപ്പാട്. ഇവിടെ തന്നെ ഈ ഗസയിൽ തന്നെ അവിടെ വർഷിച്ചിട്ടുള്ള ബോംബുകളുടെ കണക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇനിയിപ്പോ ഒരു യുദ്ധം അവസാനിച്ചാൽ പോലും യുദ്ധത്തിന്റെ കെടുതികൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള മാരകമായ ബോംബുകള്, രാസവസ്തുക്കളൊക്കെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഒരുപാട് കാലം ഗസ നിവാസികളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ക്യാൻസർ പോലുള്ള ഇപ്പൊ തന്നെ വല്ലാത്ത ഹെൽത്ത് ഇഷ്യൂസ്, ഒരുപാട് എപ്പിഡമിക്കുകളൊക്കെ ഇപ്പൊ തന്നെ തുടങ്ങി കഴിഞ്ഞു. ഇനിയിപ്പോ തണുപ്പ് കാലം വരുന്നതോടുകൂടി അത് വളരെ രൂക്ഷമാകും. അങ്ങനെയൊക്കെ ആയിരിക്കെ തന്നെ നമ്മൾ പിന്നെ ഈ വിഷയത്തെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാക്കി മനസ്സിലാക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഗതി, ഇപ്പോ ഇസ്രായേൽ പിന്തുടരുന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു സംഗതിയാണ് ഒരു അപ്പാർത്തൈഡ് നയമാണ്. ഒരു തികഞ്ഞ ഒരു വംശവെറി, അത് മാത്രമാണ് ഇസ്രായേലിനെ നയിക്കുന്നത്. പക്ഷെ ഈ വംശവെറിക്കെതിരെ നേരത്തെ സുഹൈൽ അത് സൂചിപ്പിച്ചു, ലോകത്ത് അതിശക്തമായ ഒരു മൂവ്മെന്റ് ഉണ്ടായി വരുന്നു. അതായത് നേരത്തെ തന്നെ ഒരു മൂവ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്, BDS എന്ന് പറയുന്നത്, ബോയ്ക്കോട്ട് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ സാങ്ഷൻസ്, പിന്നെ അവരെ ബഹിഷ്കരിക്കുക, അതുപോലെ തന്നെ അവിടുന്ന് പിന്നെ നിക്ഷേപങ്ങൾ പിൻവലിക്കുക, അതുപോലെ മറ്റു ഉപരോധങ്ങൾ അവരെ ഏർപ്പെടുത്തുക. ഈ മൂവ്മെന്റ് ഇനി അങ്ങോട്ട് വളരെ ശക്തി പ്രാപിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്താൻ പോകുന്നു. അതുപോലെ തന്നെ ഒരു മാക്സിമം ഇന്റർനാഷണൽ പ്രഷർ. ഇപ്പോഴത്തെ ഭരണകൂടങ്ങളുടെ നിലപാടിനെ കുറിച്ച് നമ്മൾ അങ്ങനെ വല്ലാതെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഭരണകൂടങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് പാശ്ചാത്യ വെസ്റ്റിലെ നോർത്ത് ഭരണകൂടങ്ങളൊക്കെ തന്നെ ആ ഒരു സംഗതിയാണ്. പക്ഷെ ഗ്ലോബൽ സൗത്തിലെ മിക്കവാറും നല്ലൊരു ഭൂരിപക്ഷം ഭരണകൂടങ്ങളും ഫലസ്തീനികളുടെ ഒപ്പം നിൽക്കുന്നു. അവര് ഫ്രം റിവർ ടു ദ സീ എന്നുള്ളത് ഒരു മുദ്രാവാക്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ മുദ്രാവാക്യത്തെ എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഇപ്പൊ നമ്മൾ നോക്കൂ, ഏറ്റവും കൂടുതൽ ഈ പ്രതിഷേധ പ്രകടനങ്ങളെ കൈകാര്യം ചെയ്ത ഒരു രാജ്യമാണ് ജർമ്മനി. പക്ഷെ ആ ജർമ്മനിയിൽ പോലും ജർമ്മനി അവരുടെ ഒരു പാപഭാരം, ചരിത്രത്തിൽ ഒരു പാപഭാരം വെച്ചിട്ട് ഇസ്രായേലിൽ നമ്മളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ സംരക്ഷിക്കേണ്ട രാജ്യമാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും അവിടെ അടക്കം അവിടുത്തെ സാധാരണ ജനങ്ങൾ അറബ് ജനതയോടൊപ്പം ചേർന്നുകൊണ്ട് ഇതിനെതിരെ വലിയൊരു സമ്മർദ്ദം ജർമ്മൻ ഭരണകൂടത്തിനെതിരെ ഉയർത്തുന്നു. ബ്രിട്ടനിൽ ഫലസ്തീൻ ഫ്ലാഗ് ഉയർത്തുന്നത് പോലും കുറ്റമാക്കിയിരുന്ന ഒരു സന്ദർഭത്തിൽ നിന്ന് മാറി മില്യൺ മാർച്ചുകൾ ധാരാളമായി അവിടെ സംഘടിപ്പിക്കപ്പെടുന്നു. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അതുപോലെ എല്ലായിടത്തും, ഫ്രാൻസിലടക്കം മില്യൺ മാർച്ചുകൾ നടക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രഷർ, പൊതുജനങ്ങളുടെ ഈ പ്രഷർ, അത് ശക്തമായി ഇനിയുള്ള കാലങ്ങളിൽ വരും. അപ്പോ ഫലസ്തീന് ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് ഇത് വളരെ ഡേഞ്ചറസ് ആണ്, വളരെ ക്രിട്ടിക്കലാണ് അവരുടെ എല്ലാം. പക്ഷെ നമ്മൾ നോക്കൂ, ഈ ജനത അവിടെ നിന്ന് പുറത്തു വരുന്ന വീഡിയോകള്, ഫലസ്തീനി സാധാരണക്കാരുടേതായിട്ടുള്ള വീഡിയോകളും അവരുടെ അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ റെസിസ്റ്റൻസിനെ, പ്രതിരോധത്തെ തള്ളിപ്പറയുന്ന ഒരാളെ പോലും നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഇവിടെ ഞങ്ങൾ ഇനി വീട് തകർത്താലും, ഞങ്ങളുടെ ബന്ധുക്കളെ കൊന്നാലും, ഞങ്ങളെ തന്നെ കൊന്നാലും അത് ഞങ്ങൾ ഇതിന് കൊടുക്കുന്ന വിലയാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വളരെ ശക്തമായ ജനത. ആ ജനതയുടെ നിശ്ചയദാർഢ്യം കണ്ടിട്ട്, അവരുടെ പ്രതിരോധ വീര്യം കണ്ടിട്ട് ഫലസ്തീനിന്റെ ഒപ്പം നിൽക്കാൻ പാശ്ചാത്യരായിട്ടുള്ള ആളുകൾ വല്ലാതെ അമിതാവേശം പ്രകടിപ്പിക്കുന്ന നമ്മൾ കാണുന്നു. അപ്പൊ വാസ്തവത്തിൽ ഈ യുദ്ധത്തിന്റെ ഏറ്റവും പ്രകടമായ ഒരു സംഗതി അതാണ്. അതായത് വില അവർ കൊടുക്കുന്നു, അതിശക്തമായ വില കൊടുക്കുന്നു. പക്ഷെ ആ വില കൊടുക്കുന്നത് തീർച്ചയായും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു ഏടായിട്ട് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദക്ഷിണാഫ്രിക്കയിൽ എങ്ങനെയാണോ അപ്പാർത്തൈഡ് ഭരണകൂടം, ഒരു വംശവെറിയൻ ഭരണകൂടം തൂത്തെറിയപ്പെട്ടത്, അതുപോലെ ഇസ്രായേലിന്റെ ഈ സിയോണിസ്റ്റ് കൊളോണിയൽ പ്രൊജക്ട് കാത്തിരിക്കുന്നത് അവസാനത്തെ വിധി അതായിരിക്കും എന്നതാണ്. സുഹൈൽ, ഇപ്പോൾ ഇത്ര ദിവസത്തെ യുദ്ധം കഴിയുമ്പോൾ ആക്രമണത്തിലൂടെ ബന്ധികളെ മോചിപ്പിക്കുക എന്നത് IDF-ന് കഴിഞ്ഞിട്ടില്ല. 45 ദിവസം കഴിയുമ്പോൾ അവർ ട്രൂസിലൂടെയും സമാധാന ചർച്ചയിലൂടെയുമാണ് ബന്ധികളെ മോചിപ്പിക്കുന്നത്. സ്വാഭാവികമായും അന്നാട്ടിലെ മനുഷ്യർ ഈ മാർഗത്തിലൂടെയാണ് ബന്ധികളെ ബാക്കിയുള്ളവരെ കൊണ്ടുവരാൻ കഴിയുന്നെങ്കിൽ ഈ മാർഗം അവലംബിക്കുമെന്ന് പറയും. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ബന്ധികളെ തിരികെ കൊണ്ടുവരാൻ സാധ്യമായ മാർഗം ഏതാണോ അത് അവലംബിക്കുമെന്ന മുറവിളി കേൾക്കുന്നുണ്ട്. ആ മുറവിളി ഒരു സമ്മർദ്ദമായി മാറുകയും ആ സമ്മർദ്ദം ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ വാർ സ്ട്രാറ്റജിയെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതായി മാറുകയും ചെയ്യും എന്ന് തോന്നുന്നുണ്ടോ? അതോ ബന്ധികളുടെ ചുരുക്കം മനുഷ്യരുടെ ഈ മുറവിളിയെ നെതന്യാഹുവും അദ്ദേഹത്തിൻ്റെ സൈന്യവും അവഗണിക്കുകയാവുമോ ചെയ്യുക?
അപ്പോൾ IDF അക്കാര്യത്തിൽ ഞങ്ങളുടെ സ്ട്രാറ്റജിയിൽ പ്രധാനപ്പെട്ട പോയിന്റ്, പ്രഥമ പരിഗണന ഈ ബന്ദികളുടെ മോചനമാണ് എന്ന് പറയുന്നു. പക്ഷേ അത് ഒരിക്കലും ഇസ്രായേലിന് സാധ്യമല്ലാത്തൊരു കാര്യമാണ് എന്ന് നമുക്കറിയാം. സാധ്യമാണ് എങ്കിൽ ഇത്രയും കാലം കൊണ്ട് ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ എവിടെയാണ് ഈ ബന്ദികളെന്ന് കണ്ടെത്താനോ അതിനെ പിടിച്ചെടുക്കാനോ സാധ്യമല്ലാത്ത രൂപത്തിൽ എങ്ങനെയാകും അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നെതന്യാഹുവിൻ്റെ മനസ്സ് പൂർണ്ണമായും ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ടല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ബന്ദികളെ മോചിപ്പിക്കണമെങ്കിൽ ഹമാസുമായി ഏതെങ്കിലും തരത്തിൽ ധാരണയിലെത്തണം എന്നുള്ളതുകൊണ്ട്, അതേപോലെ തന്നെ ഹമാസിനെ നശിപ്പിക്കാതെ ആയിരിക്കണം ഇത് ചെയ്യുക എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന പരിഗണന എന്ന് പറയുന്നത് പരമാവധി നാശം വിതക്കുക, ഹമാസുമായി ഒരിക്കലും ചർച്ചയ്ക്ക് പോകാതിരിക്കുക, ബന്ദികളുടെ പേരിൽ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിലപേശലുകൾക്ക് വഴങ്ങാതിരിക്കുക എന്നെല്ലാമാണ് നെതന്യാഹുവിൻ്റെ തുടക്കം മുതൽ തന്നെയുള്ള കാഴ്ചപ്പാട്. പക്ഷേ ഇപ്പോൾ അത് ബന്ധുക്കളുടെ മാത്രം കാര്യമായി നിൽക്കില്ല. വലിയ പ്രക്ഷോഭമായി ഇനിയും അത് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ യുദ്ധം ഇനിയും ഒരുപാട് ആഴ്ചകൾ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് CNN പറയുന്നത്, ഇത് ജനുവരിയിലേക്കും ഇത് നീളാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ യുദ്ധം നീളാൻ സാധ്യതയുണ്ട്. കാരണം ബന്ദികളെ മോചിപ്പിക്കാൻ ആ കാലയളവ് കൊണ്ട് ഇസ്രായേലിന് സാധിക്കില്ല എന്ന് മാത്രമല്ല, ഹമാസ് നിലവിലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരമാവധി നാശം വിതക്കുക, തെക്കൻ ഗസയെ പൂർണ്ണമായി നശിപ്പിക്കുക പോലെയുള്ള നടപടികൾക്ക് ഇനിയും ആഴ്ചകൾ എടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം മനസ്സിലാക്കുന്നത് ഇനിയും ഈ യുദ്ധം അങ്ങനെ നീണ്ടു പോകും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഹമാസിൻ്റെ കൈകളിലുള്ളത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പരമാവധി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുരുഷന്മാരാണ്, ഏറെയും സൈനികർ തന്നെയാണ്, അല്ലെങ്കിൽ സൈനികർക്ക് സഹായം നൽകിയിട്ടുള്ള സിവിലിയന്മാരാണ് എന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ബന്ദികളെ മോചിപ്പിക്കുവാൻ ഇപ്പോൾ ഇന്നലെ നടന്ന ചർച്ചയിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഏറ്റവും കൗതുകകരമാണ്. ഈ ആളുകളെ വിട്ടുകിട്ടാൻ നിങ്ങൾ എല്ലാ ഫലസ്തീനികളെയും മോചിപ്പിച്ചുകൂടെ എന്ന് ചില ആളുകൾ ചോദിച്ചു എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ ഇനിയുള്ള ആളുകളെ മോചിപ്പിക്കണമെങ്കിൽ ഒരു കടലിനും ചെകുത്താനും നടുവിലാണ് യഥാർത്ഥത്തിൽ നെതന്യാഹു എന്ന് പറയേണ്ടി വരും. കാരണം ചർച്ചയിലേക്ക് പോയാൽ പോലും നെതന്യാഹുവിന് പരിമിതികളുണ്ട്. കാരണം ഇനിയുള്ള ആളുകളെ മോചിപ്പിക്കണമെങ്കിൽ ഫലസ്തീൻ തടവുകാരായി ഇസ്രായേലിൻ്റെ കൈകളിലുള്ള മുഴുവൻ ആളുകളെയും മോചിപ്പിക്കണം എന്ന നിലപാടിലാണ് ഹമാസ് ഉള്ളത്. ഹമാസിൻ്റെ കൈകളിൽ മാത്രമല്ല ബന്ദികളുള്ളത്, ഇസ്ലാമിക് ജിഹാദ് പോലെയുള്ള വേറെയും സംഘടനകളുടെ കൈകളിൽ ഈ ബന്ദികളുണ്ട്. അവരുടെയും നിലപാട് ഇത് തന്നെയാണ്. എന്ന് മാത്രമല്ല, ഈ ബന്ദികളുടെ മോചിപ്പിക്കുന്ന കാലയളവിൽ ഇസ്രായേൽ ചെയ്തിട്ടുള്ള മറ്റൊരു ക്രൂരതയുണ്ട്. അത് വെസ്റ്റ് ബാങ്കിലാണ്. നമ്മൾ ഈ ഗസയെക്കുറിച്ചെല്ലാം ദീർഘനേരം സംസാരിക്കുമ്പോഴും വെസ്റ്റ് ബാങ്കിലും ഇതേപോലെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ 3500-ലധികം വരുന്ന ആളുകളെ, ഫലസ്തീനികളെ ഒക്ടോബർ 7-ന് ശേഷം മാത്രം ഇസ്രായേൽ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്, ബന്ദികളാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബന്ദി കൈമാറ്റം നടക്കുന്ന ഘട്ടത്തിൽ പോലും 100 കണക്കിന് ആളുകളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തങ്ങളുടെ ഈ ചർച്ചയെ ഇല്ലായ്മ ചെയ്യുന്നതാണ് എന്ന് ഹമാസിനറിയാം. അതുകൊണ്ട് കൂടിയാണ് ഈ ബന്ദി കൈമാറ്റങ്ങളിലെ എണ്ണത്തിൽ പ്രസക്തിയില്ല, മുഴുവൻ ആളുകളെയും പുറത്തുവിടുക എന്നുള്ളതാണ് ഈ സൈനികരെ പുറത്തുവിടുന്നതിനുള്ള ഉപാധി എന്നവർ വെക്കുന്നു. താജ് ആലുവ നോക്കൂ, ഇവിടെ അതായത് ബന്ദികളിൽ നല്ല വിഭാഗം ആളുകളെ ഇപ്പോൾ തന്നെ ഹമാസ് വിട്ടയച്ചു കഴിഞ്ഞു, സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെ. ബാക്കിയുള്ളത് അവരുടെ പട്ടാള ഉദ്യോഗസ്ഥരടക്കമുള്ള മെയിൽ ഹോസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ വിട്ടയക്കുന്നതിന് ആത്യന്തിക പരിഹാര ഫോർമുല, അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് അവരെ വിട്ടയക്കാൻ കഴിയുക എന്നാണ് ഹമാസ് പറയുന്നത്. ഹമാസിൻ്റെ ആവശ്യവും അതാണ്. അത് ഇസ്രായേലിന് മീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആവശ്യമാണോ? അല്ല. അതുകൊണ്ട് അതിലേക്ക് ഇസ്രായേൽ വരാൻ പ്രയാസമായിരിക്കും. ഇപ്പം തന്നെ ബന്ദികളെ മോചിപ്പിക്കാൻ പാടാണ് എന്ന് നെതന്യാഹു തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബന്ദികളെ കയ്യിൽ വെച്ചുകൊണ്ട് നമുക്കൊരു ആത്യന്തിക പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കാം, ഇസ്രായേലിനെ മയപ്പെടുത്താം എന്നൊക്കെ കണക്ക് കൂട്ടിയ ഹമാസിന് ഇവിടെ പിഴയ്ക്കുന്നുണ്ടോ? അതായത് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇപ്പോ ഇസ്രായേലിന്റെ ഈ നിലപാട് ഇത്ര സ്ട്രോങ് ആയിരിക്കും എന്നതിനെ കുറിച്ച് ഹമാസിന് നല്ല കാഴ്ചപ്പാടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇപ്പൊ നോക്കൂ, ഇസ്രായേലിൽ ഇപ്പൊ നടക്കുന്ന ചർച്ച ഈ ഒക്ടോബർ 7-ലെ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച യഹിയ സിൻവാർ, അതുപോലെ തന്നെ അവരുടെ കമാൻഡർ ആയിട്ടുള്ള മുഹമ്മദ് അൽ-ലൈഫ്, ഇവരൊക്കെ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിന്റെ തടവുകാരായിരുന്നു. ഇപ്പൊ യഹിയ സിൻവാർ ഏതാണ്ട് 300-ലധികം വർഷം തടവിന് 4 ജീവപര്യന്തം ഒന്നിച്ച് വിധിക്കപ്പെട്ട ആളാണ്. അതുപോലെ 23 വർഷത്തോളം ഇസ്രായേലിന്റെ തടവിൽ കിടന്ന ആളാണ്. മുഹമ്മദ് അൽ-ലൈഫ് യുദ്ധത്തിലും ഇസ്രായേലുമായിട്ടുള്ള പല ഏറ്റുമുട്ടലിലായിട്ട് കാലുകൾ നഷ്ടപ്പെട്ട ആളാണ്. അപ്പോ ഇവരൊക്കെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇസ്രായേലിന്റെ ജയിലിൽ കിടന്നവരാണ്. അപ്പോ
ജയിലിൽ നിന്ന് വിടുന്ന ആളുകളെ കുറിച്ച് ഇസ്രായേലിന്റെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. ഏറ്റവും കൂടുതൽ നെഗോഷിയേഷൻ ഇപ്പൊ ഖത്തറിലെ ഈ മീഡിയേറ്റിംഗ് ടീം തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടമാണ് എന്ന് പറഞ്ഞാൽ ഈ ഫലസ്തീനി തടവുകാരെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ വളരെ കൃത്യമായി ഓരോരുത്തരെ കുറിച്ചുമുള്ള സ്ക്രൂട്ടിനി, ആ സ്ക്രൂട്ടിനി ഇനി അങ്ങോട്ട് ശക്തമായിരിക്കും എന്നത് ഹമാസിന് നല്ല ബോധ്യമുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹമാസ് നോക്കൂ, നമുക്ക് ഈ യുദ്ധത്തിന്റെ എല്ലാവരും വിചാരിച്ച ഒരു സംഗതി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് 10-20 ദിവസം കൂടിയ 50 ദിവസം അതോടുകൂടി ഹമാസ് ഫ്ലാറ്റ് ആകും, ടണലുകളൊക്കെ തകർക്കപ്പെടും, ഈ ബന്ദികളെ ഇസ്രായേൽ മോചിപ്പിച്ചു കൊണ്ടുപോകും. അമേരിക്ക വരെ അങ്ങനെ പ്രതീക്ഷിച്ചതാണ്. ഇപ്പൊ കേൾക്കുന്നത് ഡിസംബർ ലാസ്റ്റ് വരെ അമേരിക്ക സമയം കൊടുത്തിരിക്കുന്നു. ഈ യുദ്ധം പരമാവധി നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു സമയം ഡിസംബർ അവസാനം വരെയാണ് എന്ന് നമ്മൾ ചില റിപ്പോർട്ടുകളിൽ വായിക്കുന്നു. അപ്പോ ഈ അവർ പ്രതീക്ഷിച്ച ഒരു സംഗതി ഇസ്രായേൽ ഇത്ര ശക്തമായി തന്നെ അടിക്കും, ബന്ദികളെ മോചിപ്പിക്കാനുള്ള. ഇപ്പൊ നോക്കൂ, ഗിലാദ് ഷാലിത് എന്ന് പറയുന്ന ഒരൊറ്റ തടവുകാരൻ 5 വർഷമാണ് ഹമാസ് കയ്യിൽ വെച്ചത്. ആ 5 വർഷം നീണ്ട ഒരു ചർച്ച നടന്നു. അപ്പൊ ഇത്രയും നീളും ചർച്ചകൾ, ഇത്ര ബന്ദികളെ വെച്ചിട്ടുള്ളത് പെട്ടെന്ന് സാധിക്കുന്ന ഒരു സംഗതി അല്ല എന്നുള്ളത് ഹമാസിന് കൃത്യമായ ബോധ്യമുള്ള ഒരു സംഗതിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിലപാടിലേക്ക് അവർ എത്തുന്നത് ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ഇല്ല, ഡു ഓർ ഡൈ എന്നൊരു സിറ്റുവേഷനിലേക്ക് ഹമാസിനെ ഇസ്രായേൽ തന്നെ എത്തിച്ചു എന്നുള്ളതാണ്. ഫലസ്തീനികളെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇൻക്രിമെന്റൽ ജനോസൈഡ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പൊ വീട് തകർക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. വെസ്റ്റ് ബാങ്കിൽ എല്ലാ ദിവസവും വീട് തകർക്കുന്നുണ്ട്. വീടുകൾ തകർക്കാൻ ഇസ്രായേലിന് ഒരു ന്യായവുമില്ല, ഒരു കാരണം വേണ്ട. എന്ന് പറഞ്ഞാൽ ഒരു കല്ലെറിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കേസിൽ ഉൾപ്പെട്ടാൽ തോന്നുന്ന ആളുകളുടെ, ഇപ്പൊ മസ്ജിദുൽ അക്സയിലെ ഇമാമിന്റെ വീട് തകർക്കാൻ ഓർഡർ കൊടുത്തിരിക്കുന്നു. അദ്ദേഹം എന്ത് കുറ്റമാണ് ചെയ്തിട്ടുണ്ടാവുക? അപ്പോ വീട് തകർക്കുക, ആളെ കൊല്ലുക, അതുപോലെ നിരപരാധികളെ പിടിച്ചുകൊണ്ടു പോവുക. ഈ ഹമാസ് പിടിക്കുമ്പോഴാണ് അവർ ബന്ദികളാവുന്നത്, അവർ റാഞ്ചി കൊണ്ടുപോകുന്നതാവുന്നത്. ഇസ്രായേൽ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ അതൊരു നാഷണൽ ആർമിയുടെ തടവുകാരെ മാത്രമായിട്ട് മാറുന്നതും അത് ലോകത്തിന്റെ ഒരു വല്ലാത്തൊരു നീതിയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു സംഗതിയിൽ ഹമാസിന്റെ നിലപാട് ബന്ദികളെ വെച്ച് വിലപേശി അവസാനം പെട്ടെന്ന് ഇസ്രായേലൊക്കെ സമ്മതിച്ച് അങ്ങനെ നമുക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങാം, അതിന്റെ മാക്സിമം സിനാരിയോ പ്രതീക്ഷിക്കുന്നുണ്ട് ഹമാസ് എന്നാണ്. എന്തായാലും ഹമാസിനെതിരായിട്ടുള്ള യുദ്ധം വഴിയറിയാതെ പുരോഗമിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചാണ് നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിയും, ഒപ്പം സാധാരണ മനുഷ്യർക്ക് മേൽ നടത്തുന്ന ഈ നരമേധത്തിന് അറുതി ഉണ്ടാക്കാൻ ലോകത്തിൽ ഇടപെടാൻ കഴിയുമോ എന്നതും. സമയം അവസാനിച്ച് ഞാൻ ഇടപെടുകയാണ്. താങ്ക് യു ശ്രീ താജ് ആലുവ, ഒപ്പം സുഹൈൽ, ഒപ്പം ശ്രീ സജീവ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നിങ്ങളുടെ